നിത്യമല്ലാത്ത മായാപ്രപഞ്ചത്തിൽ നിത്യനും സത്യബോധാത്മകനും നീ. ശുദ്ധിയും ഭവത്ഭക്തിയും ഞങ്ങളിൽ അരുളേണം. സർവലോകാന്തര്യാമീയം താവക ദിവ്യചൈതന്യബോധോദയത്തിനാൽ ഭവ്യശീലരായി തീരട്ടെ ഞങ്ങൾ നിൻ കനിവാലേ. ധീരുതയും അസത്യമസൂയയും ലോഭക്രോധാദി ദുർഗുണമൊന്നുമേ ഞങ്ങളിൽ സ്പർശമേൽക്കാതിരിക്കട്ടെ ഒരു നാളും. ആർജവം ക്ഷമ സത്യം പരസ്നേഹം കീർത്തനീയമം ത്യാഗാദി സദ്ഗുണം ഞങ്ങൾക്കെന്നും നിസർഗസിദ്ധങ്ങളാൽ ഭവിക്കേണം. സത്യമായനുദേഹകരങ്ങളാൽ പഥ്യമാം നല്ല വാക്കുകൾ മാത്രമേ നിത്യം നാവിലുദിക്കുമാറാകണം കരുണാലോ. ചഞ്ചലമം മനസ്സും ബാഹ്യേന്ദ്രിയ സഞ്ചയങ്ങളും സ്വാധീനമാക്കുവാൻ സഞ്ചിതമായ ശക്തിയും ഞങ്ങളിൽ ണം. ശക്തിരൂപാനിൻ ശക്തിയും വീര്യവും ജ്ഞാനരൂപാനിൻ ജ്ഞാനവും ഓജസ്സും തേജോരൂപാനിൻ തേജസ്സും ഞങ്ങളിൽ ഉയരേണം. യേനം നാഥാഭവൻ പദം ചിന്ത ചെയ്യും സമസ്ത ജനങ്ങളും സന്തതം സുഖക്ഷേമ സംതൃപ്തരായി ഭവിക്കേണം. മൃത്യുവിൽ നിന്ന് അമൃത്യുവിലേക്കുമേ സത്തയിലേക്ക് സത്തയിൽ നിന്നും നീ ഭക്തപാലനലോലായി ഞങ്ങളെ നയിക്കേണം. അന്ധമാകുമി ആദ്യത്തിൽ നിന്നുടൻ ബന്ധുരമായ ജ്യോതിസിൽ ഞങ്ങളെ സന്തതം നയിച്ചിടുവാൻ നിൻ പദം നമിക്കുന്നേ. സന്തതം നയിച്ചിടുവാൻ നിൻ പദം നമിക്കുന്നേ. ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കളെ, ഭാരതീയ ദാർശനിക നഭസ്സില് അത്യുജ്വലൻ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനങ്ങളുടെയെല്ലാം നായകനും ആയിരുന്ന സ്വാമിജി രംഗനാഥാനന്ദജി ബ്രഹ്മലീനായ ആ സ്മരണയോടെയാണ് ഇത്തവണ നമ്മൾ
ക്ലാസ് ആരംഭിക്കുന്നത്. ഭാരതത്തിന്റെ ദാർശനിക സവിശേഷതയെ അതീവ സുതാര്യമാകും വിധം ലോകത്തിന് പകർന്നുകൊടുത്ത പ്രാതസ്മരണീയനായ ആ ആചാര്യന്റെ പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം നമിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ശ്രീരാമകൃഷ്ണ സന്ദേശങ്ങളും ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ രൂപപ്പെടുത്തിയ മഹത്തായ ദർശനങ്ങളും ഭാരതീയ പൗരാണികതയിലൂന്നിയ ഉപനിഷത്ത് സന്ദേശങ്ങളും എല്ലാം സമഞ്ജസമായി ജനഹൃദയത്തിലെത്തിച്ച ഒരു കാലഘട്ടത്തിൻ്റെ എല്ലാമായ സ്വാമിജിയുടെ പാദരേണുക്കളെ പിന്തുടരുവാൻ കഴിയുക തന്നെ ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ആശയും അതുപോലെ തന്നെ ഔന്നത്യവുമാണ്. അത്തരം ഒരു മഹാത്മാവിൻ്റെ ദർശനങ്ങളും ആദർശങ്ങളുമെല്ലാം ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിലൂടെ തുടർന്നും ലോക ജനതയ്ക്ക് കിട്ടുവാൻ പാകത്തിന് അസ്മാദൃശന്മാരായ ചിന്തകന്മാരെ, അസ്മാദൃശന്മാരായ പുണ്യശ്ലോകന്മാരെ, അത്തരക്കാരായ സ്നേഹനിധികളെ എന്നും മിഷൻ ലോകത്തിന് തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സ്വാമിജിയുടെ പാദരേണുക്കളിൽ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ക്ലാസ് ആരംഭിക്കാം. 26 അല്ലേ? 26 മനസ്സ് നിശ്ചലമാകുന്ന ഭാഗമാണ് എടുത്തുകൊണ്ടിരുന്നതെന്ന് തോന്നുന്നു, അല്ലേ? അതെ. യഥോ നിശ്ചലത്, അതല്ലേ എഴുതാൻ കഴിഞ്ഞില്ലല്ലോ? ചൊല്ലിയുള്ളോ? കുറച്ചെടുത്തു അല്ലേ? ഒന്നുകൂടെ ശ്ലോകം ചൊല്ലി. യഥോ നിശ്ചലതി മനശ്ചഞ്ചലമസ്ഥിരം തതോ നിയമൈതാത് ആത്മന്യേവ വശം നയേത്. ചഞ്ചലമസ്ഥിരം മനഃ യതഃ നിശ്ചലതി തതഃ തത് നിയമ്യ ആത്മനിയേവ വശം നയേത്. ഇളകിക്കൊണ്ടിരിക്കുന്നതും ഉറപ്പില്ലാത്തതുമായ ചഞ്ചലം അസ്ഥിരം മനഃ, മനസ്സിന്റെ സ്വഭാവമാണ് രണ്ടും. ഒന്ന് ചലിക്കുക. ഏതെല്ലാം വിഷയങ്ങളെ ഇന്ദ്രിയങ്ങൾ കാണുന്നുവോ അതിൻ്റെ ആകാരം ഉൾക്കൊള്ളുകയും അതായി പരിണമിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളതുകൊണ്ട് മനസ്സ് സദാ ചലിക്കുന്നതാണ്. മനസ്സിന്റെ ചലനാത്മകതയ്ക്ക് കാരണം ശബ്ദസ്പർശ രൂപരസഗന്ധികളായിരിക്കുന്ന വിഷയലോകങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തദാകാരവൃത്തി ചിത്തത്തിൽ ഉളവാവുകയും അതുപോലെ തന്നെ അത് മനോവൃത്തിയായി പരിണമിക്കുകയും അത് വീണ്ടും ബുദ്ധിവൃത്തിയിൽ താതാത്മ്യം പ്രാപിക്കുകയും അതുതന്നെ താനായി തീരുകയും അഹംവൃത്തിയാവുകയും ചെയ്യുന്നതോടെ സ്വരൂപം ഭ്രംശിക്കുകയും സ്വരൂപ വിസ്മൃതി വരികയും വിഷയമാവുകയും ചെയ്യും. ക്ഷണനേരം കൊണ്ടായി മാറ്റം നടക്കുന്നത്. ഇതാണ് യോഗ ചിന്തയിലേക്ക് കടക്കുമ്പോൾ ഏതൊരുത്തനും തന്നിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത്.
ഒരു നിമിഷത്തിന്റെ അനേകം അംശങ്ങളിൽ എത്രത്തോളം നാം വിഷയമായി പരിണമിക്കുന്നുണ്ട്, എത്രയെത്ര വിഷയങ്ങളായാണ് നാം മരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ സ്വരൂപം വിസ്മൃതമാകുമ്പോഴൊക്കെ എന്റെ മരണമാണ്. അനുസ്യൂതമായ മൃത്യു ശരീരമായും ശരീര അംഗങ്ങളായും ഒക്കെയുള്ള മൃത്യു നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഏത് അംഗത്തെ തിരിച്ചറിയുമ്പോഴും ബോധത്തിന് മൃത്യു വരാതെ തിരിച്ചറിയുന്നില്ല. അതായി പരിണമിക്കാതെ ഒരു തിരിച്ചറിവില്ല. അത് അനുസ്യൂതം നടന്നുകൊണ്ടായിരിക്കുന്നു. എന്റെ സ്ഥൂല ശരീരത്തിലും എന്റെ സൂക്ഷ്മ കാമനകൾ ഉളവാക്കുന്ന ഇന്ദ്രിയജനിത അനുഭവോൽപ്പന്ന വാസനാ ഉദ്ബുദ്ധതകളിലും നിരന്തരമായി ഞാൻ പതിക്കുമ്പോൾ മൃത്യുവാണ് എൻ്റെ സ്വഭാവമെന്ന് വേണമെങ്കിൽ പറയാം. അത്ര കണ്ട് പതനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹവും താപവും ദ്വേഷവും രാഗവും എല്ലാം മരണത്തോടെയാണ് രൂപാന്തരപ്പെട്ടു വരുന്നത്. എന്റെ സ്നേഹപ്രകടനങ്ങളെല്ലാം, എന്റെ കോപപ്രകടനങ്ങളെല്ലാം എന്റെ ബോധത്തിന് മൃത്യു സംഭവിച്ചിട്ടാണ് ദൃശ്യങ്ങൾ ഉള്ളതാണെന്നുള്ള അവബോധത്തിലേക്ക് വന്നിട്ടാണ് സംഭവിക്കുന്നത്. ആരിലും ഏതിലും അനുസ്യൂതതയുള്ള എന്റെ ബോധം മറയുകയും നിരന്തരമായ വിഷയഭാനം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ശാന്തത, സമാധി, ധ്യാനാത്മകത ഒക്കെ വളരെ ദൂരെയായി മാറുകയാണ്. ഈ കൽപ്പനയെക്കുറിച്ചാണ് 6-ാം അധ്യായത്തിൽ നമ്മൾ ആദ്യം മുതൽ പറഞ്ഞു പോകുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് മഹാഭാരത യുദ്ധക്കളത്തില് വിഷയങ്ങളായി പരിണമിച്ചു നിൽക്കുന്ന ഒരു അർജുനനെ എന്താണ് സത്യമെന്നും എപ്പോഴാണ് ശോകമുണ്ടാകുന്നതെന്നും എപ്പോഴാണ് ഒരാൾ പ്രജ്ഞാസ്ഥൈര്യത്തിലേക്ക് എത്തുന്നതെന്നും 2 ഭാഗങ്ങളിലായി ആദ്യം പഠിപ്പിച്ചു. പ്രജ്ഞ സ്ഥിരമായിരിക്കുന്നു എങ്കിൽ ശോകമോ മോഹമോ ഉണ്ടാവുകയില്ല. ശോകമോഹങ്ങൾ ഉണ്ടാകുന്നത് നശ്വരമായ പ്രപഞ്ച വിഷയങ്ങളെ അനശ്വരമെന്ന് കൽപ്പിച്ചിട്ടാണ്. ഈ ദൃശ്യങ്ങൾ അത്രയും നാശമുള്ളതാണ്. ആദ്യ ശ്ലോകത്തിൽ തന്നെ അത് പഠിപ്പിച്ചു ഭഗവാന്റെ അശോച്യാൻ അന്വശോചസ്വം. രണ്ടാമത് യാതൊരു ബോധമാണോ നിശ്ചലമായി നിൽക്കുന്നത് അതിനെ അവലംബിച്ച് പ്രജ്ഞാസ്ഥൈര്യത്തെ പഠിപ്പിച്ചു. അതിന്റെ സിദ്ധാന്തപക്ഷവുമാണ്. ആ പ്രജ്ഞാസ്ഥൈര്യം ഇല്ലാതാകുന്നതിന് കാരണങ്ങളായ കാമാദികളെ പഠിപ്പിച്ചു. സംഘം, കാമം, ക്രോധം, മോഹം, സ്മൃതിഭ്രംശം, ബുദ്ധിനാശം, പ്രണാശം അവയും പഠിപ്പിച്ചു. അവയ്ക്ക് ശേഷം കാമത്തെ ഉന്മൂലനം ചെയ്യുവാനുള്ള ക്രിയായോഗവും പഠിപ്പിച്ചു 3-ാം അധ്യായത്തിൽ. എങ്ങനെയാണ് പ്രായോഗികമായി ഈ യുദ്ധരംഗത്ത് നിന്ന് മോചനം നേടുക?
ഈ യുദ്ധരംഗത്തേക്ക് എല്ലാവരെയും വലിച്ചുകൊണ്ടുവരുന്നത് അവന്റെ കാമമൊന്നു മാത്രമാണ്. മറ്റൊന്നും ആരെയും ഒരു യുദ്ധത്തിലേക്കും വലിച്ചിഴയ്ക്കുന്നില്ല. അതുകൊണ്ട് നിന്റെ ശത്രുവായ കാമത്തെ ഉന്മൂലനം ചെയ്യുവാൻ 3-ാം അധ്യായത്തിൽ പഠിപ്പിക്കുകയും ചെയ്തു. കാമരൂപം ദുരാസദം ശത്രും ജഹി. അതിനെ പര്യാപ്തമായ പാരമ്പര്യ വിദ്യയെ മഹതീകരിച്ചുകൊണ്ട് 4-ാം അധ്യായത്തിൽ പഠിപ്പിച്ചു. 5 യജ്ഞരൂപമായ ഈ കർമ്മത്തെ എങ്ങനെ മനോഹരമായി ചെയ്യാം, അതിനുള്ള പ്രക്രിയകൾ എന്തൊക്കെയാണ്, അവിടെ നിന്ന് ഉയർന്ന മനസ്സ് ഭാവാത്മകമായ ഒരു ധ്യാനാത്മകതയിലേക്ക് പടിപടിയായി വളർത്തിക്കൊണ്ടിരുമ്പോൾ മനസ്സും അതിന്റെ കൽപ്പനാവൈഭവങ്ങളും നിറഞ്ഞ ഈ ലോകം, മനസ്സിന്റെ സ്വഭാവ സവിശേഷതകൾ, ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത് പഠിച്ചത്. മനസ്സിനെ എങ്ങനെ ആ ആത്മാവിൽ ഉറപ്പിച്ചു നിർത്തി വിഷയങ്ങളിൽ നിന്ന് ഉപരമിപ്പിക്കണം, വിഷയങ്ങളിൽ നിന്ന് നിവർത്തിപ്പിക്കണം. അത് 25-ാം ശ്ലോകം വരെ വളരെ നന്നായി പഠിച്ചു. മനസ്സു മാത്രമാണ് നിന്റെ ശത്രുവെന്നും മനസ്സു മാത്രമാണ് നിന്റെ മിത്രമെന്നും നേരത്തെ കാണുകയും ചെയ്തു. ഈ അധ്യായത്തിൽ തന്നെ ഉദ്ധരിക്കേണ്ടത് മനസ്സിനെയാണെന്നും പഠിച്ചു. ബാക്കി ലോകോദ്ധാരണം, സർവജന ഉദ്ധാരണം, ഇതൊക്കെ മനസ്സുദ്ധരിക്കപ്പെട്ടവന്റെ സങ്കല്പമാത്രം കൊണ്ട് തന്നെ സാധിക്കുന്നതാണെന്ന് ബോധ്യപ്പെടുത്തി. ലോകത്ത് ദാരിദ്ര്യവും ലോകത്ത് കഷ്ടപ്പാടുകളും ലോകത്ത് പ്രശ്നങ്ങളും ലോകത്തെ എല്ലാ അരക്ഷിതാവസ്ഥകളും ഉണ്ടായി കണ്ടിട്ട് മനസ്സ് സങ്കല്പങ്ങളിലേക്ക് പോകുന്നുവോ, മനസ്സാദ്യം അതിനെയെല്ലാം സങ്കല്പിച്ചിട്ട് അവയിലേക്ക് പോകുന്നുവോ എന്ന 2 ചിന്ത പ്രായമേ. ഋതം അനൃതമായും സത്യം അസത്യമായും ധർമ്മം അധർമ്മമായും ആചാരങ്ങൾ അനാചാരങ്ങളായും ആദ്യം മനസ്സിൽ രൂപപ്പെട്ട് കഴിഞ്ഞിട്ട് മാത്രമാണ് ലോകത്തതിന്റെ സൃഷ്ടി സംഭവിക്കുന്നത് എന്നൊരു പഠനം. അതാ ഇവിടെ സ്വീകരിക്കുന്നത്. ലോകത്തതെല്ലാം ഉള്ളത് കണ്ടിട്ടാണ് ഞാൻ വേദനിക്കുന്നത് എന്ന് മറ്റൊരു പഠനം. അതിനെ ആസ്പദമാക്കി ലോകം ശരിയാക്കുവാനുള്ള സാമൂഹിക തദ്ധ്യകളുമായി ഇറങ്ങും തോറും ലോകം നന്നായി വരിക അല്ലേ അല്ലേ അല്ലേ? അതല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ലോകമെല്ലാം മോശമായിരിക്കുന്നത് കണ്ടിട്ട് അത് നന്നാക്കുന്നതിന് വേണ്ടി എൻ്റെ സങ്കല്പങ്ങളെ രൂപപ്പെടുത്തി നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് ആധുനിക വിദ്യയുടെയും ആധുനിക സങ്കേതങ്ങളുടെയും ആധുനിക സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയും പൊരുൾ.
അങ്ങനെയാണെന്ന് തോന്നുന്നു. ആദ്യമായി ലോകത്തൊരുപാട് കഷ്ടപ്പാടുകളുണ്ട്, ലോകത്തൊരുപാട് അരക്ഷിതാവസ്ഥകളുണ്ട്, ലോകത്ത് ഒരുപാട് വിഭിന്നതകളുണ്ട്, ഡിസ്പാരിറ്റീസ്. ഇതെല്ലാം കണ്ടിട്ട് ഉള്ള വേദനയിൽ നിന്ന് അതൊക്കെ നന്നാകണമെന്നും നന്നാക്കണമെന്നും അതിനെ ആസ്പദമാക്കി തോന്നി അതിനുള്ള വിദ്യാഭ്യാസം, അതിനുള്ള പരിഷ്കാരം, അതിനുള്ള പരിഹാരങ്ങൾ, അതിനുള്ള സംഘങ്ങൾ ഇവയൊക്കെ രൂപീകരിച്ച് ലോകത്തേക്ക് ആളുകൾ എത്തുന്നു. അവരുടെ പരിഹാരം കൊണ്ട് ലോകം നന്നായി പോകുന്നു. ഇതൊരു പഠനം. അതെ, അങ്ങനെ പറയാം. ഇത് ഒരു പഠനം. മറ്റൊരു പഠനം പ്രാചീനർക്കുണ്ട്. രണ്ടും പഠനമാണെന്ന് മാത്രമേ പേടിക്കുക. വ്യക്തി മനസ്സ് അവന്റെ വൈയക്തിക തലങ്ങളിൽ ഉണ്ടാക്കുന്ന സങ്കല്പങ്ങളുടെ ബാഹുല്യത്തില് അതിലാവിർഭവിക്കുന്ന വൈകല്യങ്ങളാണ് സാമൂഹിക വൈകല്യങ്ങളും സാമൂഹിക തഥ്യകളുമായി രൂപാന്തരപ്പെടുന്നതെന്ന് ഒരു മതം. അതുകൊണ്ട് സാമൂഹികമായ എല്ലാ അരക്ഷിതാവസ്ഥകളും ഇല്ലാതാകുന്നതിന് സമൂഹമായി രൂപാന്തരം പ്രാപിക്കുന്ന വൈയക്തിക മനസ്സുകളെ കാമനകളിൽ നിന്ന് മോചിപ്പിച്ച് നന്നാക്കിയാൽ മതി. അത് ആന്തരികമായൊരു പ്രക്രിയയാണെന്ന് ഒരു പ്രാചീനം. ഇത് രണ്ടും ലോകത്തുണ്ട്. യുദ്ധക്കളത്തില് സാമൂഹികമായൊരു ധർമ്മത്തെ നിലനിർത്തുവാൻ, വൈയക്തികമായൊരു ധർമ്മത്തെ രൂപപ്പെടുത്തുവാൻ അതിൽ പങ്കെടുക്കുന്ന യോദ്ധാക്കൾ സ്വീകരിക്കുന്നത് ആയുധങ്ങളെയാണ്, ആയോധന മുറകളെയാണ്. വ്യക്തിയാണ് ധർമ്മവും അധർമ്മവും. വ്യക്തിയെ ഉന്മൂലനം ചെയ്യുന്നതിലൂടെ ധർമ്മം സ്ഥാപിക്കാം എന്നാണ് ആ മതം. ഞാനും എന്നോടൊപ്പമുള്ളവരും ചേരുമ്പോൾ ധർമ്മമുണ്ടാകുമെന്നും അവനും അവനോടൊപ്പമുള്ളവരും ഉന്മൂലനം ചെയ്യപ്പെടുമ്പോൾ അധർമ്മം നീങ്ങുമെന്നും ധർമാധർമ്മങ്ങളെ സാമൂഹിക തലത്തിൽ കൽപ്പിച്ച് ഉന്മൂലനത്തിന്റെ ശാസ്ത്രവുമായി രംഗപ്രവേശം ചെയ്യുന്ന യുദ്ധങ്ങൾ ഒരു ഭാഗം. അധർമ്മങ്ങൾ ആവിർഭവിക്കുന്നത് ഇവിടെ അല്ലെന്നും വ്യക്തിതലങ്ങളുടെ കാമനകളിലാണെന്നും ആ കാമസങ്കല്പങ്ങളുടെ ഇരിപ്പിടം മനസ്സാണെന്നും അത് സദാ ചലിക്കുന്നതും നിശ്ചലമാകാൻ സമ്മതിക്കാത്തതുമാണെന്നും അതിനെ ധ്യാനാത്മകതയിലേക്ക് ഉയർത്തി അതിലെ ഹൃദയ ആകാശം സത്സങ്കല്പങ്ങൾ കൊണ്ട് നിറച്ച് സുഖവും ശാന്തിയും ഉള്ളിൽ വഹിക്കുമ്പോൾ തന്റെ സങ്കല്പം ഒന്നുകൊണ്ട് മാത്രം തന്റെ വിശ്വം ആനന്ദപൂർവകമായി രചിക്കാൻ കഴിയുമെന്നും അങ്ങനെയുള്ള സംരചനയാണ് വേണ്ടതെന്നും ഒരു മതം. കൂടുതൽ സംഗതമായിരിക്കുന്നത് ആദ്യത്തതാണ്, അല്ലേ?
സ്വന്തമായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അങ്ങനെ ആയാൽ എല്ലാം നേരെയാകുന്നതുമാണ്. ഞാൻ പറ്റുമെന്നോ പറ്റുകയില്ലെന്നോ ഒന്നും ചോദിച്ചില്ല. ഈ രണ്ട് മതങ്ങൾ ലോകത്തുണ്ട്. അങ്ങനെയൊക്കെ തിരക്ക് കൂട്ടാതെ പതുക്കെ ഒന്ന് ആലോചിക്കും. ലോകത്ത് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് സാമൂഹിക തലങ്ങളെയൊക്കെ ശരിയാക്കാൻ വടിയും ആയുധങ്ങളുമായി നീങ്ങുന്ന തലം. വൈയക്തികതയിലെ സങ്കല്പമാത്രം കൊണ്ട് നന്മയെ കൊണ്ടുവരുന്ന തലം. യുദ്ധക്കളത്തിൽ ആയുധങ്ങളെക്കാൾ ആയുധത്തെ പ്രവർത്തനക്ഷമമാക്കുന്ന വ്യക്തി മനസ്സിന്റെ തലങ്ങൾ, ആയുധങ്ങൾ നിശ്ചലമാകുന്നത് ആയുധങ്ങൾ കൊണ്ടല്ല, അതിന് പിന്നിലെ മനസ്സിന്റെ നന്മ കൊണ്ടാണെന്ന്. ശരിയല്ല? മനസ്സ് ഇല്ലെങ്കിൽ ഒരായുധവും ചലനാത്മകമല്ല. ഇരുമ്പ് ഉരുകുന്നത് ഇരുമ്പിന്റെ സ്വഭാവം കൊണ്ടല്ല, അഗ്നി ചേർന്നിട്ടാണ്. അഗ്നിയെയും ഇരുമ്പിനെയും ചേർക്കുന്നത് അതിന്റെ പിന്നിലെ ഒരു മനസ്സാണ്. അതേത് ആയുധമായി രൂപാന്തരപ്പെടണമെന്നത് ഇരുമ്പല്ല തീരുമാനിക്കുന്നത്. ബുദ്ധിന്നോ മനസ്സെന്നോ അന്ധക്കരണമെന്നോ നിങ്ങൾ ഇഷ്ടമുള്ള പേര് വിളിച്ചോളൂ, അതിന്റെ പിന്നിൽ ഒരു വ്യക്തി മനസ്സുണ്ട്. അത് രൂപാന്തരം പ്രാപിക്കുവാൻ കാരണമായ രാഗദ്വേഷ പങ്കിലമായ ഒരവബോധമുണ്ട്. ആദ്യം മനസ്സും അതിലെ കാമസങ്കല്പങ്ങളും അതിനെ അവലംബമാക്കി തന്റെ ദൃശ്യവിന്യാസങ്ങളെ ഹിംസയുടെ തലങ്ങളിലേക്ക് രാഗദ്വേഷ സങ്കുലമായി ചലിപ്പിക്കുവാൻ ഉള്ള ചലനാത്മകത നൽകുന്ന ഒരു സങ്കേതമുണ്ട് മനസ്സ്. മനസ്സിന്റെ തലങ്ങളിൽ അത് പ്രയോഗക്ഷമമായി കാണുന്നതാണ്. ലോകത്തുള്ളതെല്ലാം എല്ലാം അപ്പോൾ പറയുന്നതും അവിടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, കേൾക്കണ്ടല്ലോ. കാര്യവും കാരണവും ഇരിക്കുന്ന ലോകങ്ങളിൽ കാര്യകാരണ പടലത്തെ അപഗ്രഥിക്കുന്നു എങ്കിൽ കാര്യകാരണ പടലങ്ങൾക്കപ്പുറമുള്ള വിദ്യ എന്നതിനിപ്പുറം ആ കാര്യകാരണങ്ങളെ രൂപപ്പെടുത്തുന്ന മനസ്സ്, അതിലെ സങ്കല്പം കൊണ്ടാണ് അരിവയും വാക്കത്തിയും കോടാലിയും ചുറ്റികയും എല്ലാം രൂപാന്തരപ്പെടുന്നത്. അത് വികസിച്ച് AK-47 ആയാലും ആറ്റം ബോംബായാലും അതെല്ലാം അണുവിൽ നിഹിതമായിരിക്കുന്ന ശക്തിയെ ത്വരിപ്പിക്കുവാനും അതിനെ ഹിംസാത്മകമായി ഒരുക്കിയെടുക്കുവാനും അണുവല്ല തയ്യാറാകുന്നത്, അതിന് പിന്നിലെ പ്രേരക ശക്തിയായൊരു മനസ്സാണ്.
ഒരു വ്യക്തിയിലും അനേക വ്യക്തികളിലും ഒരുപോലെ. അപ്പോൾ മനസ്സാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്. ആ മനസ്സിനെ ശാന്തമാക്കാതെ അതിലെ കാമനകൾക്ക് ശാന്തി വരുത്താതെ അതിൽ വളരുന്ന രാഗദ്വേഷങ്ങൾക്ക് വിത്തും വളവും നൽകുന്നത് നിർത്താതെ ലോകശാന്തിയും രോഗശാന്തിയും ഉത്കർഷവും അസാധ്യമാണ്. ഇതൊരു പഠനം. ലോകത്തിന്റെ പ്രശ്നങ്ങൾ അത്രയും ദൃശ്യങ്ങളിൽ ആവിർഭവിക്കുന്നത് കൊണ്ട് ദൃശ്യങ്ങളെ തന്നെ ഉപയോഗിച്ച് ശാന്തമാക്കാം. അതിനുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും മറ്റൊരു ഭാഗം. അവിടെ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പരിഹരിക്കാനുള്ള മുന്നേറ്റത്തിന്റെ പൂർവകൽപ്പനയിലെ മനസ്സ് ആദ്യം തന്നെ കൽപ്പിക്കുന്നത് അസംതുലിതാവസ്ഥകളാണ്. അസംതുലിതാവസ്ഥകളെ സങ്കൽപ്പിച്ച് കഴിഞ്ഞിട്ടാണ് പരിഹാരത്തിന് പ്രതിവിധിക്ക് ചുറ്റുപാടുകളെ ഒരുക്കുന്നത് തന്നെ. കാമസങ്കൽപ്പങ്ങൾ വർജിതമാകുന്നതോടെ മനസ്സ് ശാന്തമാവുക എന്നത് ഉപാധികളും ഉപകരണങ്ങളും ഇല്ലാതെ സ്വസാധ്യമാണ്. അപ്പോൾ തന്നെ ഇങ്ങനെ രണ്ട് ബന്ധമുണ്ട്. ലോകത്തിന്റെ ഓരോ ചിന്തയും രാഗദ്വേഷ പങ്കിലമാകുമ്പോൾ അതിൻ്റെ സന്തുലനം, അതിൻ്റെ സമഗ്രത, അത് യോജിച്ച് നിൽക്കൽ ഇല്ലാതാവും. അതിനെ പരിഹരിക്കുക എന്നുള്ളതിനുള്ള ഉപാധികളെ വീണ്ടും അതിൽ നിന്ന് തന്നെ തേടാനൊരിക്കൽ ഒരാൾ പോകുമ്പോൾ അയാളുടെ മനസ്സിൽ ഹൈപ്പോത്തസിസായി സ്വീകരിക്കുന്നത് ഈ ലോകം അസംതുലിതമാണെന്നാണ്. അപ്പോൾ മനസ്സ് തന്നെ ആ രൂപം കൈക്കൊണ്ടാണ് പരിഹാരത്തിനൊരുങ്ങുന്നത് എന്നതിനാൽ മനസ്സ് തന്നെ ആ തെറ്റിനെ സ്വീകരിക്കുന്നു, സങ്കല്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അയഥാർത്ഥമായ അതിന് യാഥാർത്ഥ്യ കൽപ്പന മനസ്സു തന്നെ നൽകി പോഷിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാ മാനവ പരിഹാരങ്ങളും തന്നെ അസന്തുലിതാവസ്ഥയ്ക്ക് ബീജം നൽകുന്നു. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളില്ലാത്തവൻ പോലും ആദ്യം സങ്കൽപ്പിക്കുമ്പോൾ അതിൻ്റെ ഭാനമായി അവന്റെ മനസ്സ് രൂപാന്തരം പ്രാപിക്കുകയും അതിനെ കൈക്കൊള്ളുകയും അതായി വികസിക്കുകയും അതിനനുഗുണമായ അവന്റെ മസ്തിഷ്ക ചാലക ശക്തി രൂപാന്തരപ്പെടുകയും അതവന്റെ ജനിതക വൈശിഷ്ട്യത്തിലേക്ക് വരെ കടന്നു കയറുകയും ചെയ്ത് കഴിഞ്ഞ് ആണ് പരിഹാരമായ ദൃശ്യങ്ങൾ രൂപപ്പെടുത്താൻ കഴിയുക. ബോധം വൈകല്യങ്ങളുടെ ആകൃതിയും ആകാരവും കൈക്കൊണ്ട് കഴിഞ്ഞ് മറ്റൊരു തലത്തിൽ അനുഭവമില്ലാത്ത പരിഷ്കാരങ്ങളെയും പരിഹാരങ്ങളെയും ആനുഷംഗികമായി അംഗീകരിക്കുവാൻ പോകുമ്പോൾ
ദൃശ്യങ്ങളെ ഉപയോഗിച്ച്, ഉപാധികളെ ഉപയോഗിച്ച് അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുമെന്നത് വ്യാമോഹമായി തീരുകയും അത് അനന്ത പരമ്പരകളെ പ്രസവിക്കുകയും ചെയ്യും. അസ്വസ്ഥതകളുടെ പിന്നെന്താ, ഇഷ്ടം പോലെ എത്ര ഉദാഹരണവും പറയാം. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും അവരനുഭവിക്കുന്ന രോഗവും വേദനയും കാണുന്നതിലൂടെ ഞാൻ അനുഭവിക്കുവാൻ തുടങ്ങുമ്പോൾ ആ രോഗത്തിൻ്റെ എല്ലാ ഭാവഹാവാദികളും എൻ്റെ ബോധത്തിൽ വരുമ്പോൾ രോഗമില്ലാതെ ആ വേദനയുടെ ചിത്രണം ഞാൻ സ്വീകരിച്ചു കഴിയുന്നു. അതെൻ്റെ സ്വപ്നങ്ങളിൽ, അതെൻ്റെ സുഷുപ്തിയിൽ ബീജങ്ങളായി കിടന്ന് രൂപാന്തരപ്പെടുന്നു എന്ന് വന്നിട്ട് മാത്രമാണ് അതിന് പരിഹാരങ്ങളായ ഔഷധങ്ങളോ പ്രായോഗിക മാർഗങ്ങളോ ഞാൻ രൂപപ്പെടുത്തുന്നത്. അതിനുള്ള ഗവേഷണങ്ങളും തഥ്യങ്ങളും ഈ ദൃശ്യവിന്യാസത്തിൽ നിന്ന് ഞാൻ രൂപപ്പെടുത്തുവാൻ കാരണം തന്നെ ഇതിനെക്കുറിച്ചുള്ള എൻ്റെ മനസ്സിൻ്റെ രോഗകൽപ്പനയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്ക് എൻ്റെ കൽപ്പനാവൈഭവം കൊണ്ട് തന്നെ 10,000 രോഗത്തെ ഞാൻ സൃഷ്ടിക്കുന്നു. പരിഹാരം അകലെയായിത്തീരുന്നു. ഇവരുടെ ഏകാഗ്രത പോകാതിരിക്കാൻ കഴിഞ്ഞു ചോദിച്ചു. പരിഹാരം അകലെയായിത്തീരുന്നു. ബോധതലത്തിലേക്ക് ഏതൊന്നിനെ സ്വീകരിക്കുമ്പോൾ എൻ്റെ മകളുടെ ദുശ്ചെയ്തി ഭാവനാത്മകമായി ദുശ്ചെയ്തിയായി എൻ്റെ അന്തരംഗത്തിൻ്റെ അന്തരാളങ്ങളിൽ രൂപാന്തരപ്പെടുമ്പോൾ എന്നിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ അതുവരെ ധാർമ്മികമായി നിന്നിരുന്ന എൻ്റെ ധർമ്മനിലയെ ഇല്ലാതാക്കുകയും അവൾ ഉപയോഗിച്ചതിനേക്കാൾ നീചമായ വാക്കുകളും നീചമായ പ്രവൃത്തിയുമായി രൂപാന്തരപ്പെടാൻ എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് പരിഹാരം എന്നതിനേക്കാൾ കൂടിയ വൈതാളിക ഘട്ടങ്ങളെ സൃഷ്ടിക്കുന്നു. മാനവന്റെ സാമൂഹിക പരിഷ്കാരങ്ങളുടെയും സാമൂഹിക പരിഹാരങ്ങളുടെയും എല്ലാ അംശങ്ങളും വിദ്വേഷങ്ങളിൽ നിന്ന് വിദ്വേഷങ്ങളെ അല്ലാതെ സാന്ത്വനത്തെ പ്രസവിക്കുന്നില്ല. ശരിയല്ല. അതൊക്കെ കുറച്ചുകൂടെ ആലോചിച്ച് ഉത്തരം പറയേണ്ടതാണ്. ഉണ്ടെന്നോ ഇല്ലെന്നോ ഒക്കെ ഒറ്റയടിക്ക് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്കത് ബോധ്യപ്പെടുന്ന രീതിയിലാണ് പറയാൻ. നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിന് നിങ്ങളും അപരനുമായുള്ള ഒരു സങ്കല്പത്തിൽ അയാളുടെ ചെയ്തികളെ ദുഷിച്ചതാണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ കൽപ്പനകളിൽ നിന്ന് കൽപ്പിക്കുമ്പോൾ തന്നെ ആ ചെയ്തികൾ അത്രയും നിങ്ങളുടെ മനോമുകുരത്തിൽ വരുമ്പോൾ തന്നെ അതിൻ്റെ പരിണതഫലങ്ങളായി അയാളിൽ യഥാർത്ഥമായി ഉണ്ടായ വികാരങ്ങളെല്ലാം തന്നെയാണ് സ്വാപ്നികമായി പൊട്ടിവിടരുന്നത്. അതിൻ്റെ കോപതാപാദികളെല്ലാമാണ് അതിൻ്റെ ഫലമായി ഉണ്ടാകുന്നത്. അയാളിൽ ആവിർഭവിച്ചത് നിങ്ങൾ കൽപ്പനാവൈഭവത്തിൽ ആവിർഭവിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജനിതകങ്ങളിൽ, നിങ്ങളുടെ മസ്തിഷ്ക പര്യങ്കാധര ദേശത്തിൽ, നിങ്ങളുടെ കോശങ്ങളിൽ, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിൽ എല്ലാം സംജാതമാകുന്നത് അയാളിൽ വസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടായതിനേക്കാൾ സൂക്ഷ്മവും വിപുലവുമായി നിങ്ങളുടെ മനസ്സാ വസ്തുവായി തീർന്നുണ്ടാകുന്നതാണ്.
ആലോചിച്ചു അയാളിൽ ഉണ്ടാകുവാൻ കാരണമായ എന്റെ കാലിലൊരു മുള്ളുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന വേദനയ്ക്ക് സ്ഥൂലമായ മുള്ളെന്റെ ശരീരത്തിൽ തുളഞ്ഞു കയറിയുണ്ടായ വേദനയാണ് ഞാൻ അനുഭവിക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ കാല് പൊക്കിപ്പിടിക്കുമ്പോൾ ആ വേദനയിൽ പുളയുമ്പോൾ അത് എന്നോട് സ്നേഹം നിമിത്തം കണ്ടെത്തുന്ന മറ്റൊരുവൻ ആ വേദനയെ അനുഭവിക്കുന്നത് ഭാവാത്മകമാകുമ്പോൾ മുള്ളും ഞാനും വേദനയും അവന്റെ മനസ്സു മാത്രമാണ്. അതിന്റെ വേദന പരത്തുന്ന ആഴം സ്ഥൂലമായ മുള്ളെന്നിൽ പടർത്തിയിട്ടുണ്ടാവില്ല. ചുരുക്കത്തിൽ തിന്മകളെ ഉന്മൂലനം ചെയ്യുന്നതിന് തിന്മകളെ തന്നെ സങ്കല്പിക്കുകയും തിന്മകളെ ഉന്മൂലനം ചെയ്യുവാനുള്ള സ്വാഭാവിക വിജ്ഞാനത്തിനനുഗുണങ്ങളായ വസ്തുക്കൾ സമ്പാദിക്കുകയും ചെയ്യുന്ന മനസ്സുകൾ ആ സ്വാഭാവിക ജ്ഞാനത്തിൽ രൂപപ്പെടുത്തുന്ന അസന്തുലിതാവസ്ഥ മറ്റതിനേക്കാൾ ഘോരവും കഠോരവുമാണ്. തിരക്ക് കൂട്ടാതെ തത്വചിന്താപരമായി ആലോചിക്കുകയും സാമൂഹ്യ രംഗം അങ്ങനെയാണോ എന്ന് അപഗ്രഥിക്കുകയും നമ്മൾ തന്നെ അങ്ങനെ സങ്കല്പിച്ചാൽ അങ്ങനെ ഒരവസ്ഥയിലേക്ക് പതിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ട് മാത്രം പെട്ടെന്ന് ഉത്തരം പറയുക. അതുവരെ പറഞ്ഞത് വെറും ഒരു സ്റ്റേറ്റ്മെൻ്റായി കരുതുക. അത് എങ്ങനെയാണ് ഭാരതീയ വൈജ്ഞാനികർ കണ്ടെത്തിയത്, എങ്ങനെയാണ് അവരതിന് പരിഹാരം നിർദ്ദേശിച്ചത്? സങ്കല്പത്തിൽ നിന്നും ഉണ്ടാകുന്ന എല്ലാ കാമങ്ങളെയും ബാക്കിയില്ലാതെ ഉപേക്ഷിക്കണം എന്ന് കഴിഞ്ഞൊരു ശ്ലോകത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. അതിനെ അവലംബിച്ച ഈ ശ്ലോകം ഇന്ദ്രിയങ്ങളെ ആകവേ ചുറ്റുപാടുകളിൽ നിന്ന് ഒതുക്കി നിർത്തിയിട്ട് ധൈര്യം കൈക്കൊണ്ട് ബുദ്ധി കൊണ്ട് മനസ്സിനെ ആത്മാവിൽ ഉറച്ചിരിക്കുന്നതായി ചെയ്തിട്ട് പതുക്കെ പതുക്കെ വിഷയങ്ങളെ ശനൈ ഉപരമിപ്പിക്കണമെന്ന് 24-ലോ 25-ലോ നമ്മൾ പറയുകയുണ്ടായി. 24-ലാണ്. അത് മറന്നുപോകാതിരിക്കുന്നു എങ്കിൽ നമ്മളാ പറഞ്ഞ ഉദാഹരണത്തിന്റെ സാരാംശം മനസ്സിലായില്ല. മുള്ളും വേദനയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഒരു വ്യക്തിയിൽ മുള്ളുകൊണ്ട് അയാൾ അനുഭവിക്കുന്ന വേദന സ്ഥൂലമാണ്. മുള്ളും അയാളുടെ ശരീരവും ചേർന്നിട്ടുണ്ടാക്കിയ വേദന മനസ്സിലേക്ക് വരുന്നതാണ്. അത് ആ മുള്ളു ഊരിക്കളയുമ്പോൾ മാറുകയും ചെയ്യാം. മറിച്ച് അയാളിൽ മുള്ളു കൊള്ളുന്നതും അയാൾ വേദനിക്കുന്നതും കണ്ട് അയാളോടുള്ള പ്രിയം ഹേതുവായി എന്നിലുണ്ടാകുന്ന വേദന മുള്ളില്ലാതെ അനുഭവിക്കുന്ന വേദനയാണ്. അതിന് വൈപുല്യം പറയുന്നു. സാമൂഹ്യ തഥ്യതകളിലെ വേദനകളെ ഉന്മൂലനം ചെയ്യുന്നതിന് സ്വാഭാവിക ജ്ഞാനവുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തന രംഗങ്ങളിലേക്ക് ഓടിപ്പോകുന്നവർ ഈ വേദനകളെയാണ് സൃഷ്ടിക്കുകയും അനുഭവിക്കുകയും ചെയ്ത് ആ വേദനകളുടേതായ ഒരു ലോകത്തെ വളർത്തിക്കൊണ്ടുവരുന്നത്. അത് പരിഹാരമല്ലെന്ന് ഒരു പക്ഷം ഭാരതത്തിന്റെ വൈജ്ഞാനിക ശാഖയിലുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയോ തെറ്റോ അപഗ്രഥിക്കേണ്ടതാണ്.
ഒരു വ്യക്തി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ അവനോടൊപ്പം ആ വേദന പങ്കുവയ്ക്കുവാനുള്ള സമത, മൈത്രി ഇല്ലാതെ കരുണയോടുകൂടി തന്റെ കയ്യിൽ നിന്നുള്ളത് അപ്പോൾ തന്നെ എടുത്ത് അവന് കൊടുത്ത് മൈത്രി വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരുവൻ ദൗഷ്ട്യങ്ങളെയും വേദനകളെയും കൂടുതൽ സൃഷ്ടിക്കുന്നില്ല. അവനുമായുണ്ടാകുന്ന സാങ്കല്പിക മൈത്രി കരുണയില്ലാത്ത ലോകങ്ങളെ സൃഷ്ടിക്കുകയും മൈത്രിയിലൂടെ വേദനകളുടെ ലോകങ്ങളെ പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്നു. സാമൂഹികത എന്നൊരു വൈകല്യത്തെ ഭാരതീയർ കാണാതെ പോയിട്ടില്ല എന്ന്. ആഴത്തിൽ നിങ്ങൾക്ക് കിട്ടിയോ എന്ന് എനിക്കറിയില്ല. തറയ്ക്കാതിരിക്കും. കരുണ കാരണം ഒരു സാധനം കൊടുത്തു നമ്മളിൽ പോകും. അവന് മൈത്രിയിൽ കൂടുമ്പോൾ ആ വേദന നമ്മുടേതായി മാറുക. മൈത്രിയിലുള്ള പങ്കുവെക്കലിനാണ് സാമൂഹ്യ സേവനമെന്നും പരിഷ്കാരികളുടെ പരിഷ്കൃത ആശയങ്ങളെന്നും പുരോഗതിയെന്നും പഠിപ്പിക്കുന്ന ഒരു ആധുനിക തഥ്യയ്ക്ക് മുൻപിലാണ് ഗീതയിലെ ഈ ശ്ലോകങ്ങൾ നിലകൊള്ളുന്നത്. താത്വിക ഭാവം മൈത്രിയിലാകുന്നത് കൊണ്ട് നിങ്ങളുടെ വേദനകൾ അകറ്റാൻ അവനു വേണ്ടി നിങ്ങൾ സമ്പാദിച്ചത് തികയാതെ വരും. ആദ്യം അവന്റെ ദുഃഖങ്ങളെ കാമനയായി രൂപപ്പെടുത്തിയ നിങ്ങളിലെ തപ്തമായ കാമത്തിന്റെ പരിഹാരത്തിന് അവനെ കാരണമാക്കി നിങ്ങൾ സമ്പാദിച്ചത് തികയാതെ വരുമ്പോൾ അവന്റെ ദുഃഖങ്ങൾ എന്നും ദുഃഖമായി നിൽക്കുകയും ഇതിന്റെ ഉപഭോഗം കൊണ്ടും നിങ്ങളുടെ കാമന ശമിക്കാതെ വരുന്നത് കൊണ്ട് നിങ്ങളുടെ കാമവും ബാക്കി നിൽക്കുകയും ചെയ്യും. ഇത് സാമൂഹിക നീതികളുടെ ബാക്കി പത്രം. ഉദാഹരണങ്ങളും ആവാം നിർബന്ധമുണ്ടെങ്കിൽ. ഇന്ത്യയിലെ പത്രങ്ങളും ഇന്ത്യയിലെ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും ഇന്ത്യയിലെ കക്ഷി രാഷ്ട്രീയ സമൂഹങ്ങളും ഇന്ത്യയിലെ എല്ലാ സംഘടിത ഭാവങ്ങളും ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് സുനാമി ദുരന്തത്തിന് വേണ്ടി ധാരാളം പൈസ പിരിക്കുകയുണ്ടായി. സുനാമി ദുരന്തത്തിൻ്റെ ദുഃഖമനുഭവിക്കുന്ന വ്യക്തികളുടെ ഒരു കണക്കെടുത്ത് വച്ചിട്ട് സുനാമി ദുരന്തത്തിനു വേണ്ടി ലോകമെമ്പാടു നിന്നും ഇന്ത്യയിൽ കളക്ട് ചെയ്ത പണത്തിൻ്റെ ഒരു കണക്കും എടുത്തു വെച്ചാൽ ഒരുപക്ഷെ സുനാമി ദുരന്തത്തിന് ഇരയായവർക്ക് മുഴുവൻ ഇന്ത്യയിലെ ഏതാണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ സ്ഥലത്തിൻ്റെ വിലയ്ക്ക് ഒരു കുടുംബത്തിന് 1 ഏക്കർ ഭൂമിയും ഒരു നല്ല വീടും അത്യാവശ്യം അവന് കഴിഞ്ഞുകൂടാൻ 2 പശുവും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പോലും പണം മിച്ചമുണ്ടാകുമായിരുന്നു. ഒരു ഏകദേശ കണക്കെടുത്താൽ പത്രങ്ങൾ 1 ലക്ഷം സംഭാവന ചെയ്തവരുടെയും 2 ലക്ഷം ചെയ്തവരുടെയും ഒക്കെ പേരുകൾ കൊടുത്തിരുന്നു. കളക്ട് ചെയ്തത് ഏൽപ്പിച്ചപ്പോൾ ആദ്യം മുതലുള്ള പേപ്പർ കഷ്ണങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇത്ര കിട്ടി എന്ന് പറഞ്ഞ കണക്ക് മുഴുവൻ അവിടെ ഏൽപ്പിച്ചുവോ എന്നത് ശങ്കാകുലമാണ്. മനസ്സിലാവുമെന്നറിയില്ല. ദുരന്തത്തിനിരയായവർ ഇപ്പോഴും പഴയതിലും ശോചനീയമായ നിലയിലാണെന്ന് മാത്രമല്ല, ദുരന്തത്തെ കൊട്ടിഘോഷിച്ചവർ കൂടി
മാനസികമായി ദുഃഖക്കയത്തിൽ തികയാതെ വീണ്ടും പിരിക്കാൻ അടുത്തത് ആലോചിക്കുന്നതിലാണ്. സാമൂഹ്യ സേവന രംഗങ്ങളിലെല്ലാമുള്ള മൈത്രി അതുവരെ ദുഃഖമില്ലാതിരുന്നവനിൽ കൂടി തപ്ത ദുഃഖത്തിന്റെ മാനസിക ഭാവങ്ങൾ ഉണ്ടാക്കുന്നു എന്നല്ലാതെ വളർച്ചയുണ്ടാക്കുന്നില്ല. എനിക്ക് ഉപമിക്കാൻ പറ്റിയതാണോ ഞാൻ പറഞ്ഞതെന്നറിയില്ല. ശരിയല്ല. ലോകത്തുള്ള എല്ലാ രംഗങ്ങളിലും ഈ പ്രശ്നമുണ്ട്. 50 രൂപ കയ്യിലുള്ള ഒരുവൻ മറ്റൊരുവന്റെ ദുഃഖം കാണുമ്പോൾ മനസ്സ് അലിയാൻ തുടങ്ങുമ്പോഴേ അതിൽ നിന്ന് 25 കൊടുത്താൽ പോലും ഇവനിലേക്ക് അത് വരുന്നില്ല എന്ന് മാത്രമല്ല, മറ്റവനിൽ കുറച്ച് പരിഹാരമാവുകയും ചെയ്യും. എപ്പോൾ ഇവൻ തൻ്റെ കയ്യിലേത് കൊടുക്കാൻ പറ്റാതെ 4 പേരെ വിളിച്ചുകൂട്ടി ആ ദുഃഖത്തിന്റെ വലിപ്പം ഒരു ഇതിവൃത്തമാക്കി രൂപാന്തരപ്പെടുത്തി അതിന് വൈപുല്യം നൽകി അതിൻ്റെ തലങ്ങൾ ബോധമണ്ഡലത്തിലേക്ക് പ്രചരിപ്പിക്കുന്നുവോ അത്രയും ദുഃഖിതരെ സൃഷ്ടിക്കുന്നു. മാനസിക വിക്ഷോഭത്തിന്റെ അത്തരം ദുഃഖങ്ങൾ കർമ്മമേഖലകളിൽ അവനെ പരാജയപ്പെടുത്തുകയും കൂടുതൽ ദുഃഖിയാക്കി തീർക്കുകയും ചെയ്യുന്നതിലൂടെ സാമൂഹിക പുരോഗതിയുടെ കൂമ്പടയ്ക്കുന്നു. അജീർണരുമായ ജനങ്ങളുടെ ഇന്ത്യ നമ്മുടെ രാജ്യത്ത് കൂടുതലുണ്ട്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ഈ ക്ലൈമറ്റ് കൊണ്ടും എക്കണോമിക് സ്ട്രക്ചർ കൊണ്ടുമാണോ? ഒരിക്കലുമല്ല. ഉത്തരം ഒരിക്കലുമല്ല. നമ്മുടെ വിഷയത്തിൽ നിന്ന് വിട്ട ചോദ്യം ഒരിക്കലുമല്ല എന്ന് മാത്രം ഇപ്പോൾ പറയാം. കാരണം ലോകത്ത് ഊർജ്ജസ്വലരായ ഒരു ജനതയെ വാർത്തെടുക്കാൻ ഏറ്റവും പറ്റിയ കാലാവസ്ഥയും ഏറ്റവും പറ്റിയ ജീവിത രീതിയും ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ. എന്തുകൊണ്ടെന്നാൽ മറ്റേത് രാജ്യത്തും ഒരുവന് ആഹാര നിഹാര ആദി കാര്യങ്ങൾക്കെല്ലാം അവനൊരുപാട് മത്സരിച്ചെങ്കിലേ പറ്റും. തൻ്റെ മനസ്സും ശരീരവും ഇന്ദ്രിയങ്ങളും ബുദ്ധിയുമെല്ലാം ഉദരത്തിനും മറ്റും വേണ്ടി അധികം ചെലവഴിക്കേണ്ടാത്ത ഒരു രാജ്യത്തിലെ ജനതയ്ക്കാണ് ഏറ്റവും മനോഹരമായി ദാർശനികതയെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുക. അതിനുള്ള സംസ്കൃതി നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് കാരണം. സംസ്കൃതിയെ മാറ്റിമറിച്ചു. ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചിന്തയും പ്രശ്നങ്ങളുമൊക്കെ മാനസികമായി കൊടുത്തു. നിങ്ങളൊക്കെ വയറ് നിറച്ച് ഉണ്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ കഴിക്കേണ്ടതിൽ കൂടുതൽ 3 നേരം തിന്നിട്ടാണ് നിങ്ങളിൽ ഏറ്റവും ദരിദ്രനാണെന്ന് നിങ്ങൾ കൈപൊക്കി സമ്മതിക്കുന്നവൻ വരെ വന്നിരിക്കുന്നത്. ഗവൺമെന്റിന്റെ പട്ടികയിൽ ദാരിദ്ര്യരേഖയിൽ താഴെയാണെന്നൊക്കെ പെടുത്തിയിരിക്കുന്ന തഹസീൽദാരെയോ വില്ലേജ് ഓഫീസറെയോ കണ്ട് ആനുകൂല്യങ്ങൾ പറ്റുന്ന നിങ്ങളുടെ ഇടയിലിരിക്കുന്ന ആളുകൾ പോലും സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചിട്ടാണ് രാവിലെ വന്നിരുന്നത് കേൾക്കുന്നത്. ശരിയല്ല. വീട്ടിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് പോന്നത് കൊണ്ട് ചൂടോടുകൂടി ഒരു കഷ്ണം പുട്ടേ തിന്നാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് വയറ് നിറഞ്ഞില്ല എന്നോർത്ത് 8:30 മണിക്ക് തമസയിൽ പോയി 4 ദോശയും ചട്നിയും അടിച്ചിട്ട് തന്നെയാണ് വന്നിരുന്ന് ക്ലാസ് കേൾക്കുന്നത്. അതടിച്ചിട്ട് വന്നപ്പോഴാണ് സ്വാമിജിയെ കണ്ടപ്പോൾ അവിടെ ഭക്ഷണം റെഡിയായിട്ടുണ്ടെന്ന് പറഞ്ഞതെങ്കിൽ കൈ നനയ്ക്കാൻ വിശപ്പില്ല എന്ന് പറഞ്ഞു പോയിരുന്ന അല്പവും കൂടെ കയറ്റിയിട്ടാണ് പലരും ചെയ്യുക. ഇന്ന് നേരം വെളുത്ത് കഴിച്ച ഈ ഭക്ഷണത്തിനൊന്നും മാനസികമായോ ശാരീരികമായോ യാതൊരു അധ്വാനവും ചെയ്യാതിരിക്കുമ്പോഴും ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പ ലോകങ്ങളിലെ ദുഃഖം വളരെ വിപുലമായി നിൽക്കുന്നു. ശരിയല്ല?
ഈ രോഷങ്ങളും ദുഃഖങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് തന്നത് വിദ്യാഭ്യാസമെന്ന ഒരഭ്യാസം മാത്രമാണ്. അനുഭവപ്രധാനമല്ലാതെ സാങ്കല്പിക ലോകങ്ങളിലെ ദാരിദ്ര്യമാണ് ഇന്ത്യക്കാരന്റെ ഏറ്റവും വലിയ ദാരിദ്ര്യം. നല്ലപോലെ ആലോചിച്ചു നോക്കുക. ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ തൻ്റെ സ്ഥലത്തിൻ്റെ വില, തൻ്റെ ജീവിതക്രമം, താൻ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്ന സാധന സാമഗ്രികൾ, അക്കൗണ്ടഡായും അൺഅക്കൗണ്ടഡായും കയ്യിലുള്ള സ്വത്ത് വിവരങ്ങൾ, ഇവയെല്ലാം അടിസ്ഥാനപ്പെടുത്തി നോക്കിയാൽ ലോകത്തിലെ ഒന്നാംകിട കോടീശ്വരന്മാരെല്ലാം ഈ രാജ്യത്ത് തന്നെ ആയിരിക്കും. അവരൊക്കെ ഈ രാജ്യത്ത് ദരിദ്രനായി മാത്രമായിരിക്കും ജീവിക്കുന്നത്. ഗവൺമെന്റിനെ പേടിച്ചും കള്ളന്മാരെ പേടിച്ചും ചുറ്റുപാടുകളെ പേടിച്ചും. ആ ദാരിദ്ര്യത്തിന്റെ സങ്കല്പങ്ങളാണ് നിങ്ങളുടെ സാമൂഹ്യ ദാരിദ്ര്യത്തിന്റെ അളവ് പോലും. ഭാഗികമായി ശരിയാണോ? ഭാഗികമായി ശരിയാണോ? ഇനി പൂർണ്ണമാകും. കുറെ കൂടെ പഠിക്കും. പഠിച്ചു കഴിഞ്ഞിട്ട് പറയേണ്ടതാണ് പൂർണ്ണമോ അപൂർണമോ. ഇപ്പൊ ഭാഗികമായി ശരിയാണ്. മതിയാവും, 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 മതിയാവും. ഇന്ത്യക്കാരിലെ പരമദരിദ്രനായ പിച്ചക്കാരൻ പോലും ബാങ്ക് അക്കൗണ്ടിൽ ധാരാളമുള്ളവനാണ്. അതിരിക്കട്ടെ. അതുകൊണ്ട് ചുറ്റുപാടുകളല്ല ഈ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നത്, അകവാണ്. അകത്തുത്ഭൂതമാകുന്നൊരു ദാരിദ്ര്യമാണ്. ആ ദാരിദ്ര്യമാണ് നിങ്ങൾക്ക് നേതൃമന്യന്മാർ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളിലൂടെ തരുന്നത്. ജാതിയുടെ നേതാക്കന്മാർ, മതത്തിന്റെ നേതാക്കന്മാർ, വർഗങ്ങളുടെ നേതാക്കന്മാർ, വർണ്ണങ്ങളുടെ നേതാക്കന്മാർ, ഇവരെല്ലാം നിങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത് ജാതീയവും മതപരവും വർഗപരവുമായ ദാരിദ്ര്യത്തിന്റെ കഥ മാത്രമാണ്. അത് പിടിച്ചു പറ്റുവാൻ വേണ്ടി ആദ്യം നിങ്ങളുടെ സങ്കല്പങ്ങളിലേക്ക് നിങ്ങളെ ദരിദ്രരാക്കി തീർക്കുന്നു. ആത്മസ്വത്വം മറന്നുപോയൊരു തലമുറ. ശരിയല്ല. ഏത് അവകാശങ്ങൾ കൈപ്പിടിപ്പിക്കുവാനും നേടിയെടുക്കുവാനും നിങ്ങൾ പോകുന്നുവോ ആ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ മുന്നേറ്റത്തിന് മുൻപ് നിങ്ങളുടെ മനസ്സിൽ അതിന്റെ ഇല്ലായ്മയുടെ ദാരിദ്ര്യമാണ് രൂപാന്തരപ്പെടുന്നത്. അത് രൂപപ്പെടുത്തി കഴിഞ്ഞ നിങ്ങൾ എന്ത് അവകാശങ്ങൾ നേടിയാലും നിങ്ങൾ ദരിദ്രർ തന്നെയാണ്. മാനസികമായ ഈ ദാരിദ്ര്യമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ദാരിദ്ര്യം. വിഷയത്തിൽ നിന്ന് പോകാതെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ആദ്യം നിങ്ങളുടെ സങ്കല്പങ്ങളിൽ രോഗങ്ങളും ദാരിദ്ര്യവും വിഷമതകളും അറിവിലൂടെ വിത്തിടുകയും അതിനെ നിങ്ങളെ വളർത്തുകയും ചെയ്തു കഴിഞ്ഞുവെങ്കിൽ മാത്രമേ അതിന് പരിഹാരമായ സ്വാഭാവിക വിജ്ഞാനത്തിന്റെ സാധന സാമഗ്രികൾ അത്രയും കൊണ്ടുവരാൻ പറ്റൂ. ഞാൻ തൃപ്തനായിരിക്കുന്നിടത്തോളം എന്റെ വിദ്യയുടെ സങ്കേതങ്ങളിൽ ഞാൻ സുഖം അനുഭവിക്കുന്നിടത്തോളം സ്വാഭാവിക വിജ്ഞാനത്തിന്റെ ഒരു വസ്തുവും എന്റെ മനസ്സിന്റെ അംഗതലങ്ങളിൽ കയറിക്കൂടുവാൻ ഇടയില്ലാതാവുകയും അതിന്റെ കച്ചവടക്കാർ പരാമുഖരായി പിന്മാറുകയും ചെയ്യേണ്ടി വരും. എന്റെ ഉള്ളിൽ കാമത്തിന്റെ ബീജങ്ങൾ അർപ്പിക്കുകയും എന്നെ ചുറ്റുപാടുകളുടെ സമ്മർദ്ദത്തിൽപ്പെടുത്തി കാമനകൾ എന്നിൽ വളർത്തിയെടുക്കുകയും അത് പുഷ്കലമായി തീരുമ്പോൾ എന്നിലുണ്ടാകുന്ന ദാരിദ്ര്യത്തെ വികസിപ്പിക്കുകയും അതിനുശേഷം ആ ദാരിദ്ര്യം മാറുന്നതിന് ഈ ഉപാധി നല്ലതാണ്, ഈ ഉപാധി നല്ലതാണ് എന്ന് അനേകം ഉപാധികളുമായി എത്തുകയും അവയെല്ലാം സമ്പാദിക്കുവാൻ ഞാൻ സ്വരുക്കൂട്ടി എന്റെ സ്വത്വം കളഞ്ഞു കുളിക്കുകയും ചെയ്ത് യഥാർത്ഥ ദരിദ്രനാക്കി എന്നെ മാറ്റുന്നത് വിദ്യ മാത്രമാണ്. ഇന്ന് ശരിയല്ല. എനിക്ക് ആവശ്യമുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ അവനുണ്ട് എന്ന ബോധം കൊണ്ട് മാത്രം ദരിദ്രനായി തീർന്ന് ഞാൻ വാങ്ങിക്കൂട്ടിയ സ്വാഭാവികതയുടെ ഉപാധികളുടെ, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവോ ആവോ,
എന്നോടൊപ്പം എന്റേതെന്ന് പറയാൻ ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുജാലങ്ങളിൽ 5% 10% പോലും എന്റെ നിത്യജീവിതത്തിന് ആവശ്യവും ഉപയോഗവും ഉള്ളവയല്ല. ശരിയല്ല? അവ എത്രയും അപരനിൽ കണ്ടതുകൊണ്ട് മാത്രം സമ്പാദിച്ചവയാണ്. അവയുടെ സമ്പാദ്യത്തിന് ഒഴുകിപ്പോയ ധനമാണ് എന്നെ ഭൗതികമായി ദരിദ്രനാക്കിയതും. അറിവ് യഥാർത്ഥമായിരുന്നുവെങ്കിൽ ആവശ്യങ്ങളും ഉപഭോഗവും തമ്മിൽ സാധർമ്യം പുലർത്തുന്ന ഒരു ബോധതലങ്ങളിൽ രൂപാന്തരപ്പെട്ടിരുന്നുവെങ്കിൽ മാനസികമായ ഒരു ദാരിദ്ര്യത്തിലേക്ക് എന്നെ വലിച്ചേക്കാതിരുന്നിരുന്നുവെങ്കിൽ ഞാനിന്ന് തൃപ്തനായ. ശരിയല്ല? 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 സിമ്പിൾ ഈസ് ദ ട്രൂത്ത്. സിമ്പിൾ ഈസ് ഫിലോസഫി. മോർ സിമ്പിൾ ഈസ് ലൈഫ്. തിരിച്ചാണ് വിചാരിക്കുന്നത്. സത്യം ലളിതമാണ്, ജീവിതം അതിനേക്കാൾ ലളിതമാണ്, തത്വചിന്ത അത്യന്തം ലളിതമാണ്. വ്യാഖ്യാനിച്ച് വഷളാക്കുന്നില്ലെങ്കിൽ പോവർട്ടി വരാൻ വേണ്ടിയാണ്, എക്കണോമിക് ലെവൽ കീപ്പ് ചെയ്യാൻ വേണ്ടി പോവർട്ടി ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ തന്നെ അത് തന്നെ മതിയല്ലോ. ഇപ്പൊ നിങ്ങളുടെ വിദ്യ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. അതെ, അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇളകിക്കൊണ്ടിരിക്കുന്നതും ഉറപ്പില്ലാത്തതുമായ മനസ്സേതേത് വിഷയങ്ങളിൽ സഞ്ചരിക്കുന്നുവോ അതാത് വിഷയത്തിൽ നിന്ന് ആ മനസ്സിനെ നിയന്ത്രിച്ചിട്ട്, ആ വിഷയങ്ങളിൽ നിന്ന് നിയന്ത്രിച്ചിട്ട് ആത്മാവിൽ തന്നെ വശപ്പെടുത്തിക്കൊണ്ടിരണം. ബോധത്തിൽ തന്നെ. ബോധത്തിൽ നിന്ന് ഒന്ന് ചലിച്ചാൽ വിഷയമായി. ആ ചലനത്തിലെ ദാരിദ്ര്യമാണ് ലോകം അനുഭവിക്കുന്ന എല്ലാ ദാരിദ്ര്യവും. ആ ചലനാത്മകതയിലാണ് എല്ലാ രോഗവും. ആ ചലനാത്മകതയിലാണ് എല്ലാ പ്രശ്നങ്ങളും. മനസ്സിന്റെ നിശ്ചലതയിലാണ് എല്ലാ ശാന്തിയും. അപ്പോഴേ പ്രവൃത്തിയുള്ളൂ. അപ്പോൾ സങ്കല്പങ്ങൾ എരിഞ്ഞടങ്ങുമ്പോൾ പ്രകൃതി അതിൻ്റെ രീതിയിൽ നിലകൊള്ളുകയും ആനന്ദമുണ്ടാവുകയും ചെയ്യും. അപ്പോൾ മാത്രമേ പ്രവൃത്തി സത്യസന്ധമാവൂ. ത്വരയെക്കുറിച്ചൊക്കെ പറയുന്നത് വേറെ. മാവിൽ തേങ്ങ ഉണ്ടാക്കാനും ത്വരയുള്ളവരാണ് മനുഷ്യൻ. മാവിലെ മാങ്ങയുടെ സ്വാദ് മാവിൽ തേങ്ങ ഉണ്ടായാൽ ഉണ്ടാവില്ല എന്ന് നേരത്തെ അറിയുന്നതാണ് ആ ത്വര ശമിക്കാനും രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഒക്കെ നല്ലത്. പഠിച്ച് പ്രകൃതിയെയും അതിജീവിക്കുവാനുള്ള പഠനങ്ങൾ അത്രയും അവന്റെ ദുഃഖമായി തീരുകയാണ്. അനേക തലമുറ മാവിൽ തേങ്ങയുണ്ടാക്കാൻ കോടിക്കണക്കിന് രൂപ ശാസ്ത്രമെന്ന പേരിൽ ചെലവാക്കുക, ഉണ്ടാകാത്തതിനെ ഓർത്ത് ദുഃഖിച്ച് അനേക തലമുറ മരിക്കുക. അതിനിടയിൽ ഒരിക്കൽ സങ്കല്പങ്ങളിൽ നിന്ന് മാവിൽ നിന്നൊരു തേങ്ങ കിട്ടുക.
അത് സാർവലൗകികമായി എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തതിനെപ്പറ്റി രാഷ്ട്രങ്ങൾ ദുഃഖിക്കുക. മനസ്സിലായില്ല? അതിനേക്കാളൊക്കെ നല്ലത് മാവിലെ മാങ്ങ കൊണ്ട് തൃപ്തനാവുകയാണ്. ആ അസ്വസ്ഥതകളിലൊന്നും കർമ്മത്തിന്റെ ത്വരയും ധർമ്മത്തിന്റെ നിലനിൽപ്പുമില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അനുവർത്തിക്കാവുന്ന സ്വഭാവവിശേഷങ്ങളുള്ള ധാരാളം പേരുണ്ട്. മനുഷ്യനെ കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ കൊണ്ട് പോലും ദുഃഖം അനുഭവിക്കാനാണ് മനുഷ്യൻ ശ്രമിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിൽ മാത്രമേ ഇതനുഭവിക്കാൻ പറ്റൂ എന്നാണ് അതിന് ഉത്തരം. സിമ്പിളായി. അപ്പൊ അതുകൊണ്ട് അർജുന, നിന്റെ മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിപ്പിച്ചു എങ്കിൽ നിന്റെ സങ്കല്പങ്ങൾ ശാന്തമായി. നിന്റെ സങ്കല്പങ്ങൾ ശാന്തമായി എങ്കിൽ യുദ്ധങ്ങളും അവസാനിച്ചു. ഇല്ലെങ്കിൽ യുദ്ധങ്ങൾ കൊണ്ട് തന്നെ യുദ്ധങ്ങളെ ഉണ്ടാവും. ഒരിക്കലും അറുതിയില്ലാത്ത യുദ്ധങ്ങൾ. കുടുംബത്തിൽ ഇത് തന്നെയാണ്. അതിന് കാരണം നിങ്ങൾ ഗീതയിൽ പഠിച്ചിട്ട് പോകുന്നത് യുദ്ധം ചെയ്ത് ശാന്തി നേടാനാണ്. അതിൽ നിന്ന് യുദ്ധങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാവും. യുദ്ധം ചെയ്യാതെ അവനവന്റെ ബോധത്തിൽ തന്നെ ശാന്തി നേടിയാലോ എന്നേക്കുമായി എല്ലാ യുദ്ധങ്ങളും അറ്റുപോകും. ആനന്ദം അനുഭവിക്കാം. അങ്ങനൊരു മെച്ചമുണ്ട്. അപ്പൊ എവിടെയാണോ ആ കാമം വരുന്നത് നോക്കിയാൽ കാണാം, ഓരോ കോപത്തിന് പിന്നിലും ഒരു കാമമുണ്ട്. ഓരോ ദ്വേഷത്തിലും കാമം ഒളിഞ്ഞിരിപ്പുണ്ട്. ദ്വേഷവും കോപവും ഉണ്ടായിക്കഴിഞ്ഞ് കോപദ്വേഷാദികളെ ന്യായീകരിക്കുന്നതിലും ഒളിഞ്ഞിരിക്കുന്ന കാമത്തിന്റെ പദ്ധതിയുണ്ട്. എപ്പോഴാണോ സത്യസന്ധമായി തന്റെ കോപ ദ്വേഷ രാഗാദികളുടെ എല്ലാം പിന്നിൽ തന്റെ ഒരു കാമമാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നത്, അറിയുന്നതോടെ കാമം പോവുകയും പശ്ചാത്താപ വിവശനാവുകയും മനസ്സ് ശാന്തമാവുകയും ചെയ്യും. തുറന്നു വരുന്ന കാമത്തെക്കാൾ അപകടകാരിയാണ് എല്ലാ തഥ്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഒളിഞ്ഞിരിക്കുന്ന കാമം. അറിവുള്ളവരെന്ന് അഭിമാനിക്കുന്നവരിൽ പലപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന കാമങ്ങൾ സാമൂഹ്യ തഥ്യകളിൽ അറിവില്ല എന്ന് വിചാരിക്കുന്ന വ്യക്തികളിൽ പുറപ്പെട്ടു വരുന്ന കാമത്തെക്കാൾ അപകടകാരിയും വിനാശകനുമായി തീരുന്നു. ഒരു ജനതയെ വികാരം കൊള്ളിപ്പിക്കുവാനും ഒരു ജനതയെ സംഘടിപ്പിക്കുവാനും ഒരു ജനതയെ ഏതിനും അനുകൂലവും പ്രതികൂലവുമായി അണിനിരത്തുവാനും അറിവുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളിന്റെ പിന്നിലൊളിക്കുന്ന കാമത്തിന് ശക്തമായി കഴിയും. അവിടെയും കാമം തന്നെയാണ് കളി നടക്കുന്നത്. കാമമാണെന്ന് തിരിച്ചറിയിക്കാതെ കാമത്തിന്റെ മേൽ നടത്തുന്ന വർണ്ണങ്ങളും വരകളും സ്വനാശത്തിന്റെയും സാമൂഹിക നാശത്തിന്റെയും തഥ്യങ്ങൾക്ക് മാത്രമേ ഇടം നൽകൂ. താനിരിക്കുന്ന കൊമ്പുകളെപ്പോലും മുറിക്കാൻ ഈ കാമന ശക്തമാണ് കുടുംബങ്ങളിൽ. ശരിയാണ്, ശരിയാണ്. ഒളിഞ്ഞിരിക്കുന്ന ഈ കാമം എന്നിട്ട് ആ കാമം അകത്ത് കിടക്കുമ്പോഴാണ് നിലവിൽ കയ്യിലുള്ളതിനെ കൂടെ നശിപ്പിക്കുവാനുള്ള വെറുപ്പ് സംജാതമാകും. എന്നിട്ട് നശിപ്പിച്ചിട്ട്
അവസാനം ഇതിൻ്റെ എല്ലാം ദുഃഖം പേറേണ്ടി വരിക. ഇതാണ് ജീവിതായോധനത്തിൻ്റെ ഒരു രംഗം. വ്യക്തിയുടെ പരിവർത്തനത്തിലാണ് അതുകൊണ്ട് സാമൂഹിക പരിവർത്തനത്തിന്റെ താക്കോൽ. സാമൂഹിക പരിവർത്തനം എന്നൊന്നല്ലാതില്ല. തീർച്ചയായും വ്യക്തി എപ്പോഴും സമൂഹം തന്നെയാണ്. വ്യക്തിയുടെ അവബോധമാണ് സമൂഹം. അതുകൊണ്ട് ബോധതലത്തിലെ ഈ ഒരു പരിവർത്തനത്തിന് കാമത്തെ നോക്കിക്കണ്ടാൽ മാത്രം മതി. തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ഇതെന്റെ കാമമാണ് എന്നൊന്ന് തിരിച്ചറിഞ്ഞാൽ ഉന്മാദകരിയായ ഹാസം സംജാതമാവും. പിന്നെ വേറെ വ്യൂ വേണ്ടി വരില്ല. കാരണം എന്റെ കാമത്തെ ഞാൻ തിരിച്ചറിയുന്നതോടെ എന്നെ ഒരു ടെൻഷനും ബാക്കിയുള്ളവരുടെ കാമനകളെ സ്ഥാപിക്കുവാൻ ഒരുങ്ങുമ്പോൾ എനിക്ക് ഉത്കണ്ഠയാവുണ്ടാവുക. അതവര് സമ്മതിച്ചു തരണമെന്നുമില്ല. നീ കാമിയാണ് എന്നൊരുത്തനെ കൊണ്ട് സമ്മതിപ്പിക്കുവാൻ എത്ര ശ്രമിച്ചാലും പറ്റുന്നില്ല. അതിന് ന്യായങ്ങളുണ്ടാവും. അത് ഭർത്താവിൻ്റെ കാമമാണ്, അത് ഭാര്യയുടെ കാമമാണ്, അത് അച്ഛൻ്റെ കാമമാണ്, അത് അമ്മയുടെ കാമമാണ് എന്നൊക്കെ പറഞ്ഞ് വാദിക്കാം എന്നല്ലാതെ അവർ പെട്ടെന്ന് തുറന്ന് സമ്മതിച്ചൊന്നും തരില്ല. നേരെ മറിച്ച് ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ ജീവിക്കുന്നതിനിടയിൽ ഈ അബദ്ധം എൻ്റെ കാമമാണ് എന്നൊന്ന് തിരിച്ചറിയുമ്പോൾ ഒരു പുഞ്ചിരി വിടരുത്. ആ ചിരിയിൽ വെച്ച് അവൻ നിലകൊള്ളുന്ന സമൂഹത്തിന്റെ കാമമാകെ ഉപസംഹരിക്കപ്പെടും. അവിടെയാണ് തിരക്ക് കൂട്ടാതെ തെറുതി വെക്കാതെ പയ്യെ കേട്ട് അകത്ത് ചെന്ന് ദഹിച്ച് കഴിഞ്ഞ് നല്ല തിരക്കൊന്നും കൂട്ടണ്ട. ആ കാമത്തെ തിരിച്ചറിഞ്ഞ് പുഞ്ചിരി തൂകി നിൽക്കുമ്പോഴാണ് തന്റെ ചുറ്റുപാടുകളും ശാന്തമായിത്തീരുന്നത്. ഇതെന്റെ ഒരു കാമമാണ് എന്ന് മനസ്സിലാകുന്നതോടെ പ്രശാന്തതയായി. അല്ലാതെ പരിഹരിക്കാനും കാമം വർജിക്കാനും ഒന്നും പോകണ്ട. നോക്കിക്കണ്ടാ മതി, ഇവൻ പോവും. അതുകൊണ്ട് ചുമ്മാ ഹാസ്യം ഉണ്ടാക്കാൻ പറ്റില്ല. ഹാസ്യം വരുന്നത് കാമം പോകുന്നൊരു മുഹൂർത്തത്തിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞ ആ കാമം പോകുമ്പോഴേ ഹാസ്യം സംജാതമാവും. കാമതപ്തമായൊരു മനസ്സിന് ഹാസ്യം ആസ്വദിക്കുവാനോ ഹാസ്യാത്മകതയിലേക്ക് ഉയരുവാനോ സാധ്യമല്ല. അതുകൊണ്ടായിരിക്കണം ഇതെല്ലാം കഠോരമായി പഠിക്കുന്നവരെല്ലാം ഉന്മാദകരിയായ ഹാസത്തെ ഉൾക്കൊള്ളാതെ പോകുന്നത്. ജീവിതത്തിന്റെ രംഗവേദിയിൽ വളരെ സീരിയസ് ആയിട്ട് പ്രശ്നങ്ങളെ സമീപിക്കുന്നവരൊക്കെ കൂടുതൽ കൂടുതൽ പ്രശ്നസങ്കുലരാണ്. ശരിയല്ല, ശരിയല്ല. നിങ്ങളുടെ ഓഫീസുകളിൽ, നിങ്ങളുടെ വീടുകളിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ആളുകൾ
എല്ലാ ശാസ്ത്രവും സാങ്കേതിക വിദ്യകളുമെല്ലാം അതിൻ്റെ വളർച്ചയുടെ എല്ലാ പടവും കഴിഞ്ഞു കുനിഞ്ഞു നിൽക്കുന്നത് ഈ കാമം അറ്റുപോയ ഹാസ്യാത്മകതയിലാണ്. എല്ലാം. പക്ഷെ അത് അനുഭവിക്കുവാൻ ഇടയാകണമെങ്കിൽ ജീവിതത്തിൽ തന്നെ അതിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഒന്നിച്ചു കാണണം. ഒരുവന്റെ വളർച്ചയിൽ അവൻ സൃഷ്ടിച്ച വസ്തുക്കള് അവൻ അനുഭവിക്കുകയും മറ്റുള്ളവർ അനുഭവിക്കുകയും അടുത്ത തലമുറയ്ക്ക് കൈകാര്യം ചെയ്തു കൊടുക്കുകയും അനന്തകോടി തലമുറകളിലേക്ക് തൻ്റെ സൃഷ്ടി നിലനിൽക്കുകയും ചെയ്യുമെന്ന വിശ്വാസത്തോടെ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നവന് അവന്റെ സൃഷ്ടിയുടെ വിനാശം അവരൻ പണ്ട് സൃഷ്ടിച്ചതിൻ്റെ വിനാശത്തിൽ കാണാൻ കഴിവില്ലെങ്കിൽ ഈ ഹാസ്യാത്മകത വരില്ല. ശ്രദ്ധിച്ച് കേട്ടിട്ട് അഭിപ്രായങ്ങൾ പറയുന്നതിന് മുമ്പ് മുഴുവൻ കേട്ടില്ലെങ്കിൽ തനിക്ക് നഷ്ടം ഒത്തിരി വരും. അതുകൊണ്ടാണ് മുഴുവനൊന്ന് കേൾക്കുക. ഒരു കാര്യം പറയുന്നത് പൂർത്തിയാകാതെ വരുമ്പോൾ വിഷയം മാറി പോകും. നമ്മൾ പറയുന്നതിനൊരു അടുക്കിൽ പതുക്കെ ഇരുന്ന് കേൾക്കും, സൗമ്യമായിട്ടിരുന്ന് കേട്ട് കഴിഞ്ഞ് പതുക്കെ താൻ പ്രതികരിക്കും. അപ്പോൾ തനിക്ക് എളുപ്പമുണ്ട്, കേൾക്കുന്നവർക്ക് തന്നോട് ബഹുമാനവും വരും. മറ്റേ തെരുതെരെ പറയുമ്പോൾ താൻ ആലോചിക്കാതെ പറയുന്നു എന്ന തോന്നൽ അവർക്കുണ്ടാവും. നല്ല ആലോചിക്കും, നല്ലപോലെ. ഏതു മനുഷ്യനും ഏതൊന്ന് സൃഷ്ടിക്കുമ്പോഴും ആ സൃഷ്ടിയിൽ തന്നെ അതിൻ്റെ നിലനിൽപ്പും വിനാശവും ഒന്നിച്ച് കാണാൻ കഴിയുന്നത് മുമ്പ് സൃഷ്ടിച്ചതിൻ്റെ വിനാശം കണ്ടിട്ടാണ്. റൈറ്റ്? ആ വിനാശം കണ്ടിട്ടും തന്റെ സൃഷ്ടിക്ക് നാശമുണ്ടാവുകയില്ലെന്നോർത്ത് അതിൽ കയറിക്കൂടുമ്പോൾ, അതിനെ തലമുറകളിലേക്ക് കൈമാറിക്കൊടുക്കുമ്പോൾ ആണവൻ സൃഷ്ടിയുടെ വൈചിത്ര്യം അറിയാതെ കൂടുതൽ സങ്കീർണമായൊരു അറിവിലേക്ക് ഉയരുകയും ഹാസ്യാത്മകത നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. തന്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ വിനാശത്തോടുകൂടിയുള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ട് സൃഷ്ടിക്കുമ്പോഴാണ് അവൻ ഹാസ്യാത്മകതയിലേക്ക് ഉയരുന്നത്. മനസ്സിലായില്ല? അപ്പോ സൃഷ്ടിവേളയിൽ തന്നെ വിനാശം കാണാൻ കഴിഞ്ഞാൽ എന്തിനെന്നറിയാത്ത സൃഷ്ടി വൈചിത്ര്യം അവനെ ആനന്ദ ലോകങ്ങളിലെത്തിക്കും. ശരിയല്ല? ഇതാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഈ ഒരു പ്രഹേളിക കടംകഥ നമുക്ക് ബോധ്യമാകുന്നതോടെ ജീവിതം ചാരുവാവുകയും ചെയ്യും. പൂർവന്മാരായ രാജർഷികൾ, ബലവാന്മാരായ രാജർഷികൾ, അതിബലിഷ്ഠരായ പൂർവ ആചാര്യന്മാർ രൂപപ്പെടുത്തിയ തത്വകളിലൂടെ വളർന്ന പാരമ്പര്യ പ്രതിഷ്ഠിതമായ മഹാഭാരത സാമ്രാജ്യം ബാഹ്യശത്രുക്കൾ ഏറ്റുമുട്ടിയിട്ടല്ല, പുറം രാജ്യങ്ങളിൽ നിന്നും ഒന്ന് ആക്രമിച്ചിട്ടല്ല, ഇന്ന് സഹോദരങ്ങളെല്ലാം, മാതുലന്മാരെല്ലാം, ആചാര്യന്മാരെല്ലാം ആയുധങ്ങളും എടുത്ത് പരസ്പരം കൊല്ലുവാനും കൊല്ലിക്കുവാനുമായി യുദ്ധക്കളത്തിൽ നിൽക്കുന്നത്. ആ യുദ്ധ സാമ്രാജ്യത്തിലെ ഒരു മനസ്സിലെങ്കിലും ശാന്തിയുടെയും സഹിഷ്ണുതയുടെയും ബീജമില്ല. അശാന്തിയുടെയും അസ്വസ്ഥതയുടെയും
ബീജങ്ങൾ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. ആ സാമ്രാജ്യ അധിപന്മാരുടെ ശ്രേണികളിൽ ഒന്നിലും പെടാത്ത ഒരു കാര്യം വയ്ക്കുന്ന കണ്ണനിലാണ് അയാളുടെ ബോധത്തിലാണ് സനാതന സംസ്കൃതിയുടെ സന്ദേശമുള്ളത്. മഹാഭാരത യുദ്ധത്തിലും യുദ്ധക്കളത്തിലുമല്ല, അതിലെ യോദ്ധാക്കളുടെ അന്തരംഗങ്ങളിലുമല്ല. മനസ്സിലായില്ല? ഇപ്പൊ സനാതനം എന്നത് യുദ്ധമല്ല, യുദ്ധക്കളമല്ല, യുദ്ധത്തെ നിർണയിക്കുന്ന സന്ദേശവുമല്ല. സനാതനമെന്നത് ആ യുദ്ധത്തിലേക്ക് അവരെ എത്തിച്ച താൽക്കാലികങ്ങളായ കാമവുമല്ല. കാമത്തെ ഉന്മൂലനം ചെയ്ത് ശാന്തിയിലേക്ക് എത്തിക്കുന്ന മനോഹരമായ ഒരു സന്ദേശം അതിലുണ്ട്. യുദ്ധക്കളത്തെ ഗുരുകുലമാക്കി മാറ്റിയ അതാണ് സനാതനം. മറ്റതെല്ലാം ദൃഷ്ടനഷ്ടമാണ്. ദൃഷ്ടനഷ്ടങ്ങളായി പ്രാപഞ്ചിക അനുഭൂതികളെ സനാതനങ്ങളാക്കുന്നതിനുള്ള തത്രപ്പാടിലാണ് സനാതനമായ ബോധം നശ്വരമായ ദൃശ്യങ്ങളുമായി ചേർന്ന് നശിക്കുന്നത്. ഞാൻ രാജ്യമാണെന്നും അതെന്റെ അവകാശമാണെന്നും അതിലാണ് ധർമ്മമെന്നും മറ്റുമുള്ളതൊന്നും സനാതനമായ ഒരു പരിപ്രേക്ഷ്യമല്ല. മനസ്സിലാവോ? ഞാനെന്നത് സനാതനമാണ്. ഞാൻ രാജ്യമാകുന്നതും ഞാൻ യുദ്ധമാകുന്നതും എന്റെ മനസ്സിന്റെ വിഭൂതികളിലാണ്. മനസ്സിനെ ആ വിഭൂതികളിലേക്ക് എത്തിക്കുന്നത് എന്റെ സംഘവും കാമവുമാണ്. എവിടെയാ സംഘം അറ്റുപോകുന്നുവോ, എവിടെയാ കാമം ഇല്ലാതാകുന്നുവോ, മോഹങ്ങളിൽ ഉണരാതിരിക്കുകയും സനാതനമായ ബോധമായി ഞാൻ നിലകൊള്ളുകയും ചെയ്യുന്നു. അവിടെയെല്ലാം ദൃഷ്ടനഷ്ടമായ പ്രകൃതിയുടെ വിലാസങ്ങളുമായി മാറുന്നു ദൃശ്യങ്ങൾ. ഞാൻ ശാന്തനും ദാന്തനുമായി തീരുന്നു. പ്രശാന്തവാദിയായ ഈ ധ്യാനാത്മകതയിലേക്കുള്ള ചുവടുവയ്പ്പാണ് മനസ്സിനെ ആത്മാവിൽ തന്നെ വശപ്പെടുത്തി നിർത്തണം എന്ന് ആഹ്വാനം ചെയ്യുന്നതിൽ ഉള്ളത്. നീ നിന്റെ മനസ്സിനെ നീ തെളിക്കുന്ന ആയുധങ്ങളുടെ അഗ്രങ്ങളിൽ എന്നല്ല പറഞ്ഞത്. യുദ്ധത്തിന് വേണ്ടതാണ്. യുദ്ധത്തിൽ നിനക്ക് ജയിക്കാൻ വേണ്ടത് ആയുധ സാമർഥ്യമാണ്. നിന്റെ ബോധതലങ്ങളിൽ നിന്ന് മനസ്സ് പരിവർത്തനം ചെയ്യുന്നില്ലെങ്കിൽ, രാഗദ്വേഷ പങ്കിലമായി ആയുധങ്ങളായി രൂപാന്തരപ്പെടുന്നില്ലെങ്കിൽ, നിന്റെ അമ്മാവന്മാരെയും നിന്റെ ആചാര്യന്മാരെയും നിന്റെ മാതുരന്മാരെയും നിന്റെ പിതാമഹന്മാരെയും പിതാക്കന്മാരെയും എല്ലാം ശത്രുമിത്രങ്ങളുടെ പട്ടികയിൽ പെടുത്തുവാൻ നിന്റെ മനസ്സിനാകാതിരിക്കുന്നു എങ്കിൽ യുദ്ധമില്ല. അവര് ശത്രുക്കളുമല്ല. ഏകാഗ്രത. യുദ്ധങ്ങളില്ല. ഒരു യുദ്ധവും കാമമില്ലാതെ സംജാതമാകുന്നില്ല. തിരക്ക് കൂട്ടാതെ
തത്വചിന്താപരമായി തന്നെ പഠിക്കാൻ ശ്രമിക്കുമല്ലേ സാവകാശം. ഇനി അതല്ലാതെ സംശയം വരുന്നുവെങ്കിൽ ഒരു പേപ്പറിൽ കുറിച്ച് വയ്ക്കും. പെട്ടെന്ന് വരുന്ന സംശയം ഒരു പേപ്പറിൽ കുറിച്ച് വയ്ക്കും. അപ്പോൾ തനിക്കും സമാനം കിട്ടും ഇരിക്കുന്നവർ. കാരണം അവരുടെ ഏകാഗ്രതയ്ക്ക് അല്ലെങ്കിൽ ഭംഗം വരുന്നുവെന്ന രോഷം അവർക്ക് വരാതെ. അങ്ങനെയൊക്കെ ഒരു പറയണ്ട. താൻ മിണ്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. താൻ പയ്യൊന്ന് കുറിച്ച് വെച്ചിട്ട് മെല്ലെ ചോദിക്കുക. തന്നിൽ വരുന്ന സംശയമാണ്, ന്യായവുമാണ്. അതൊന്ന് കുറിച്ച് വെച്ചിട്ട് പതുക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് പതുക്കെ ആയിക്കഴിഞ്ഞാൽ തനിക്ക് കുറെ കൂടെ എളുപ്പമാണ്. മനസ്സിലല്ലേ? ചോദ്യം ചോദിക്കാവൊന്നും ഇരിക്കണ്ട. കാരണം അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല. തനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം എൻ്റെ അടുക്കലുണ്ട്. ചോദ്യം എന്നോടാണ് താൻ ചോദിക്കുന്നത്, അവരോടല്ല. ആ നിലയ്ക്ക് പ്രശ്നമില്ല. പക്ഷെ അവരും തന്നെപ്പോലെ തന്നെ വന്നിരിക്കുന്നതായതുകൊണ്ട് ഇറിറ്റേഷനിലേക്ക് അവരെ കൊണ്ടുപോകാതിരിക്കാൻ. മനസ്സിലായി? അപ്പോ തന്റെ കാമത്തിലാണ് യുദ്ധം ആവിർഭവിക്കുന്നത്. ഈ രാജ്യം എന്റെയും എന്റെ സഹോദരന്മാരുടെയും അവകാശമാണ് എന്ന കാമം. അതിനു യോജിച്ചു നിൽക്കുന്നവർ എന്റെ മിത്രങ്ങൾ, അതിനെ എതിർക്കുന്നവർ എന്റെ ശത്രുക്കൾ. ഈ രാജ്യം ആരുടെയുമല്ല എന്നത് വസ്തുത. അതുകൊണ്ട് യുദ്ധമില്ലാത്തൊരു തേരാളി, അവനിലാണ് സനാതനത്വം നിലനിൽക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ യുദ്ധത്തിനില്ല? എന്തുകൊണ്ട് ഞാൻ ആയുധമെടുത്ത് പോരാടുന്നില്ല? കാരണം ഈ രാജ്യം എന്റെയും നിന്റെയും ആരുടെയുമല്ല. ഈ ദൃഷ്ടനഷ്ടമായ പ്രപഞ്ചം കൽപ്പന മാത്രമാണ്. കൽപ്പന മാത്രമായ ഈ പ്രപഞ്ചത്തിന്റെ അധീശത്വത്തിന് നടത്തുന്ന എല്ലാ യുദ്ധങ്ങളും കൽപ്പനകൾ മാത്രമാണ്. ഞാനിവിടെ ഇരുന്ന് പറയുന്നതിന് മുമ്പ് എത്രയോ പേരിരുന്ന സ്ഥലം, ഇനി എത്രയോ പേരിരിക്കാനുള്ള സ്ഥലം. പലരും മാറി മാറിയിരിക്കുന്നത് വഴിയമ്പലമാണ്. ഇതെന്റേതാണെന്ന മമത കാമം മാത്രമാണ്. അത് മാത്രമേ ദുഃഖിപ്പിക്കുന്നുള്ളൂ. ഇരിപ്പ് ദുഃഖിപ്പിക്കുന്നില്ല, അനുഭവം ദുഃഖിപ്പിക്കുന്നില്ല. ഇവിടെ ഇരിക്കാം, ഇവിടുന്ന് ചായ കുടിക്കാം, ഇവിടുന്ന് പലഹാരങ്ങൾ തിന്നാം, ഇവിടേക്ക് എന്തും സമർപ്പിക്കാം. ഇവിടുന്ന് വാരിയെടുക്കുമ്പോൾ സൂക്ഷിക്കണം. മനസ്സിലായില്ല? ലോകത്തെവിടെയും നിയമം ഇതാണ്. യാതൊരുവനാണോ തൻ്റെ വീട്ടിൽ എനിക്ക് എന്ന് പറഞ്ഞതിലെ ദൃശ്യ വസ്തുക്കൾ അത്രയും വാരാൻ തുടങ്ങുന്നത് ദുഃഖം അവന്റെ കൂടപ്പുറപ്പായിരിക്കും. എത്രത്തോളം അങ്ങോട്ട് കൊടുക്കുന്നുവോ അത്രത്തോളം സുഖവും ഉണ്ടാവും. കാരണം എൻ്റെ അല്ല എന്നൊരറിവ് അവിടെ പൊട്ടിപ്പെടും. ലോകത്തെവിടെ പോയി നിൽക്കുമ്പോഴും എൻ്റെ എന്ന മമത രൂപാന്തരപ്പെടുന്നത് അത്രയും ദുഃഖമാണ്. എൻ്റെ അല്ല എന്ന വസ്തുത തിരിച്ചറിയുന്നത് അത്രയും ശാന്തിയാണ്. ഇത്രയേ ഉള്ളൂ ഈ സാധനം. അത് ഇത്രയേ ഉള്ളൂ. തെണ്ടി നടന്നപ്പോഴും ഭിക്ഷയാഴിച്ചു കഴിഞ്ഞപ്പോഴും പാണ്ഡവന്മാരനുഭവിച്ച സുഖം പോലും നഷ്ടപ്പെടാൻ പോവുക. കീരിവെന്ന് പറയുമ്പോൾ യുധിഷ്ഠിര മഹാരാജാവിന്റെ ജാല്യത ഒരുപക്ഷെ ബ്രാഹ്മണ വേഷവും കെട്ടി ഭിക്ഷാപാത്രവും വഹിച്ച് തെണ്ടിത്തിന്ന കാലങ്ങളിൽ ഉണ്ടായിരിക്കില്ല. മനസ്സിലായില്ല? ലോകത്തെന്റെ എന്ന് അഭിമാനം വരുത്തി വെക്കുന്ന വിനയുടെ അർത്ഥാന്തരന്യാസങ്ങളിലേക്ക് ഋഷികവി എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ മാനവചേതന ഒരിക്കലെങ്കിലും ദൃഷ്ടനഷ്ടമായ ഈ പ്രപഞ്ചത്തിൽ എൻ്റേതെന്നും നിന്റേതെന്നുമുള്ള വകതിരിവുകൾ
വെക്കാതിരുന്നെങ്കിൽ അല്ല, അജ്ഞാനമാണ്, കാമമാണ്. അധകേന പ്രയുക്തോയം പാപം ചലതി പുരുഷ അനിച്ഛന്ന വിവാഷ്ണയ ബലാദിവ നിയോജിത എന്ന് ക്ലാസ് എടുത്തപ്പോൾ ഓർമ്മയുണ്ടായിരുന്നു എങ്കിൽ കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ മഹാശനോ മഹാപാത്മ വിധേന മിഹ വൈരിണ. അർജുന, കാമമാണ്, അതെ, അതിൽ നിന്നുണ്ടായ ക്രോധമാണ് കാട്ടുതീ പോലെ എല്ലാം തിന്നുന്നവന്. നീ നോക്കൂ, നീയും കൂട്ടരുമെല്ലാം ഇന്നലെ ഏകചക്രയിലും അവിടെയും ഇവിടെയൊക്കെ തെണ്ടി നടന്നപ്പോൾ ഈ രാജ്യത്തിലെ ജനങ്ങളും ഈ രാജ്യവും നിന്റെ അമ്മാവന്മാരും നിന്റെ അച്ഛനും നിന്റെ അപ്പൂപ്പനും നിന്റെ ബന്ധുക്കളും എല്ലാം ഈ നാട്ടിൽ ജീവിച്ചു. നീ ഒരു ഭാഗത്ത് തെണ്ടി തിന്നുന്നു, അവരെല്ലാം ഇവിടെ ജീവിക്കുന്നു. നീയും കൂട്ടരുമെല്ലാം അജ്ഞാതവാസ കാലത്ത് വിരാടന്റെ രാജധാനിയിൽ ഉണ്ടും തിന്നും മയങ്ങിയും ജീവിക്കുമ്പോഴും ഈ ബന്ധുക്കളെല്ലാം ഉണ്ടായിരുന്നു. ദുര്യോധനൻ ചക്രവർത്തിയായിരിക്കുമ്പോൾ നീ ഇതിനോട് മമത പുലർത്തിയാൽ പോരാ എന്ന് വരുന്നൊരു കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന് കോട്ടമുണ്ടായില്ല. നിന്റേതാണ് ഈ രാജ്യം ദുര്യോധനന്റെതല്ലെന്നും ദുര്യോധനന്റേതാണ് ഈ രാജ്യം നിന്റേതല്ലെന്നും നിങ്ങൾ രണ്ടു കൂട്ടർ മമതയിൽ തീരുമാനിച്ചപ്പോൾ ധർമ്മിഷ്ഠനായ ചക്രവർത്തി യുധിഷ്ഠിരനെ സാമ്രാജ്യത്തിന്റെ സിംഹാസനത്തിലേക്ക് ഏറ്റേണ്ടി വരുമ്പോൾ ഭാരത സാമ്രാജ്യത്തിന്റെ ക്ഷാത്ര പരിവാരങ്ങളിൽ പുരുഷപ്രജകൾ സന്തതിയേറ്റുപോയി. ധർമ്മമെന്നത് രാജ്യവും അവകാശവുമാണെങ്കിൽ നിന്റെ രാജ്യാഭിലാഷവും രാജ്യാവകാശവും ധർമ്മമാണ്. ധർമ്മമെന്നത് ജീവനും സത്യവുമാണെങ്കിൽ ധർമ്മിഷ്ഠനായ ധർമ്മപുത്രനായ നീ രാജസിംഹാസനത്തിലേക്ക് കയറുമ്പോൾ ഭീഷ്മൻ കുറ്റിയറ്റു വീണു. ആചാര്യശ്രേഷ്ഠനായ ദ്രോണൻ ശിരസറ്റു. കുരുപാണ്ഡവ കുമാരന്മാരത്രയും ചേതനയറ്റു. ഈ ജീവനെ മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ട് ഏത് ധർമ്മമാണ് ധർമ്മിഷ്ഠനായ നീ സ്ഥാപിക്കുക? ഈ ചോദ്യം വ്യാസനിൽ നിന്ന് കേൾക്കാം. ഇത് കേട്ടുകൊണ്ട് ഗീത പഠിക്കുക എന്നുള്ളതാണ് ധർമ്മം. അറിയാതെ ഒരു നിമിഷമെങ്കിലും യുദ്ധങ്ങൾ ധർമ്മിഷ്ഠന്റെ ഉയരങ്ങളിൽ പോലും ധർമ്മമില്ലാതാക്കുന്നു. കാമം ധർമ്മിഷ്ഠനിൽ ആവിർഭവിച്ചാലും അത് യുദ്ധങ്ങളായി പരിണമിക്കുന്നു. അത് അഹിംസയായി പരിണമിക്കുന്നില്ല. കാമത്തിനൊരിക്കലും അഹിംസ സന്തതിയാവുന്നില്ല. ത്യാഗത്തിൽ മാത്രമേ അഹിംസ പൂവണിയുന്നുള്ളൂ. ശരിയല്ല, ശരിയല്ല, ശരിയല്ല. ത്യാഗം മാത്രമാണ് ആനന്ദം. അല്ല, നമ്മുടെ ജന്മാന്തര കാമമാണ്. അതുണ്ടായതോ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായുള്ള ചേർച്ചയിൽ. എല്ലാ മക്കളോടും തോന്നുന്നില്ലല്ലോ. ഈശ്വരനായിരുന്നെങ്കിൽ എല്ലാ മക്കളോടും തോന്നണ്ടേ? മാറി. മാത്രവുമല്ല, ചിലപ്പോഴെങ്കിലും
നല്ലവനായ മകനോടോ മകളോടോ തോന്നാത്തത്ര പ്രിയം ദുഷ്ടനും നീചനുമായ മകനോട് തോന്നുകയും അവനെ നിലനിർത്താൻ വേണ്ടി മാത്രം ശ്രമിക്കുകയും വരെ ചെയ്യുന്നുണ്ടല്ലോ. എന്നാലും ആളുകളുടെ മുമ്പിൽ പറയുമ്പോൾ ഞാൻ നിഷ്പക്ഷനാണെന്നും എനിക്ക് ആരോടും പ്രത്യേകിച്ച് മമതയില്ലെന്നും ഈ ഇടയ്ക്കിടെ മമതയുണ്ടെന്നുള്ളത് കൊണ്ടാണല്ലോ എന്നെ ബോധ്യപ്പെടുത്താനില്ലെന്ന് പറയുന്നതും. ശരിയല്ലേ? ജീവിക്കാൻ അത് ആവശ്യമില്ല, മരിക്കാൻ അത് അത്യാവശ്യം. ഇപ്പൊ താൻ പറഞ്ഞതുപോലെ ആയില്ലേ, അതാകാതിരിക്കാനല്ലേ ഞാൻ പറഞ്ഞ വേണ്ട. ശബ്ദമൊന്നും വേണ്ടെന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ധാരാളം ധാരാളം. ഞാൻ അതുകൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞു. നല്ല പയ്യനാണ്, നിഷ്കളങ്കനുമാണ്. അത്രയും കൂടെ ചേർത്തു. ആരോ പറഞ്ഞു ഇഗ്നസെന്റാണ്, ഇഗ്നസെന്റാണ് എന്ന് പറഞ്ഞാൽ ഇഗ്നറന്റ് പ്ലസ് ഇന്നസെന്റ്. പുറകിൽ നിന്ന് ഇംഗ്ലീഷ് മാഷന്മാരാരണ്ട് വിളിച്ച് പറഞ്ഞ അവരിങ്ങനെ പതുക്കെ എന്നോട് പറഞ്ഞു, സാരില്ല സ്വാമിജി, ഈസ് ഇഗ്നസെന്റ്. അപ്പോ മനസ്സ് തന്റെ ആത്മാവിലേക്ക് യോജിച്ചു നിൽക്കുകയും വിഷയങ്ങളിൽ നിന്നെല്ലാം ഇന്ദ്രിയങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുകയും ചെയ്യുന്നു എങ്കിലൊരു ധ്യാനാത്മകതയുണ്ട്. അവിടെയാണ് അഹിംസ, അവിടെയാണ് നീ ഊന്നൽ കൊടുക്കേണ്ടത്. വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുകയും ആ വിഷയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം മനസ്സ് പിൻവലിക്കുകയും ചെയ്ത് മനസ്സ് ബുദ്ധിയോടുകൂടി ആത്മാവിലേക്ക് ഉത്ഭൂതമാകുമ്പോൾ പ്രാപഞ്ചികങ്ങളായ യാതൊരു യുദ്ധങ്ങളും കാമങ്ങളുമില്ല. അവിടെ അനുഭവിക്കുന്ന യോഗാരൂഢാവസ്ഥയാണ് പരമമായ ശാന്തി. യുദ്ധത്തിന്റെ രംഗവേദിയിൽ നിന്ന് പോലും സനാതനമായ ഈ സത്യത്തെ പ്രഘോഷണം ചെയ്യുന്നു എന്നതാണ് ഭാരത മഹിമാവ്. നോക്കാം, 27. പ്രശാന്തമനസംഹേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. പ്രശാന്തമനസം ശാന്തരജസം അകൽമഷം ബ്രഹ്മഭൂതം ഏനം യോഗിനം ഉത്തമം സുഖം ഉപൈതിഹി. ഇവിടെ പ്രശാന്തമനസം ശാന്തരജസം അകൽമഷം ബ്രഹ്മഭൂതം. വിശേഷണങ്ങളും വിശേഷണങ്ങളും കൊണ്ട് ഭംഗിയായിട്ട് പ്രശാന്തമായ മനസ്സുള്ളവൻ, പ്രകർഷേണ ശാന്തമായ മനസ്സോടുകൂടിയവൻ. പ്രകർഷേണ ബീജസൂക്ഷ്മാഭ്യാം സഹ ശാന്തൻ. ശാന്തി നമുക്കൊക്കെ ഉണ്ട്, പലപ്പോഴും ഇത് പുറമേ മാത്രമാണ്. എന്തെങ്കിലും നല്ല കാഴ്ച കണ്ടാൽ നമ്മൾ പെട്ടെന്ന് ശാന്തമാവും.
നമ്മളെ കാഴ്ച കണ്ട് ശാന്തമായിരിക്കുമ്പോഴും വീട്ടിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ അശാന്തമാകാൻ ഉള്ള സൂക്ഷ്മ തലങ്ങൾ നമ്മളിൽ കിടപ്പുണ്ട്. എപ്പോഴും നാം പ്രശാന്തമായ തലങ്ങളിൽ കണ്ടു സ്പർശത്തിൽ പഹാടികളെ ഒപ്പിച്ചു കൊണ്ടുവച്ച് അതിലും മനസ്സ് പ്രശാന്ത പ്രകർഷ ജനം കെട്ടി തൂക്കാൻ പറ്റുമോ? ആ തലത്തിൽ പിന്നെ പാവമില്ല. നിന്നെ രസവും ഗന്ധ അനു
ബ്രഹ്മചര്യേ ഇതാണ് അത് മാറും. കുഴപ്പമാണ്. അത് വെച്ചാൽ അപ്പോൾ ഒരു ദുഃഖം ഉണ്ടാവും. അതും ഒരു ഭാവം. അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ ഇപ്പൊ തന്നെ എല്ലാം വേണം. കുഴപ്പമൊന്നുമില്ല. നേരം 4 മണിയാകുമ്പോ എന്നെ നീക്കാൻ നേരമില്ല. മുറ്റത്ത് അത് കുഴിച്ചു വെച്ച് ദയ കൊണ്ടക്ക് മാർജ ദിവസം അടുപ്പിച്ച് ഈ ബൊമ്പം മുളയായി വളരാൻ തുടങ്ങി. അതിൽ കയറി മണിക്കൂർ അതിനകത്തൊരു ലോകം പരസ്പരം നോക്കി ആർക്കും അടങ്ങിയ സാഹിത്യത്തിലാണ് ഏൽപ്പിച്ചിട്ടുള്ളത്.